എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1708 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി നമ്മുടെ IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേട്ട് സാറ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ട് എന്നിവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യരായ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി സ്നേഹികൾ, വെറ്റിനറി ഡോക്ടർമാർ, അതുപോലെ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പ്രത്യേക വിഷയം എന്ന് പറഞ്ഞത്, നമ്മളെല്ലാവരും ഇന്ന് ഇപ്പൊ അറിഞ്ഞു കാണും, പേവിഷബാധയേറ്റ് ഒരു പെൺകുട്ടി കൂടി മരിച്ചു എന്ന് മാത്രമല്ല, 2021 മുതൽ പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ എടുത്ത 3 കുട്ടികൾ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു. അപ്പൊ തീർച്ചയായും ഈ ഒരു വിഷയം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്ന് ഈ വിഷയത്തിനെ കുറിച്ച്, പേവിഷബാധയിൽ ഹോമിയോപ്പതി പ്രതിരോധം, ചികിത്സ എന്നുള്ള വിഷയത്തിലാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ആദ്യമായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഈ ചർച്ചയുടെ നമ്മുടെ സേട്ട് സാർ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഗുരുത്വം എന്ന നിലയിൽ ആദ്യമായി സേട്ട് സാറിനെ തന്നെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അതിനുശേഷം നമുക്ക് ജെയിംസ് പോൾ സാറിലേക്ക് പോകാം. സേട്ട് സാർ ഉണ്ടോ? ഉണ്ടായിരുന്നല്ലോ, പോയോ? സേട്ട് സാറിനെ ഇപ്പൊ കാണുന്നില്ല. അപ്പോഴേക്കും ഇല്ല തോന്നുന്നു. സാറ് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷാജി കുടിയാട്ട് ഡോക്ടർ 2 വാക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ച് നമുക്ക് തുടങ്ങാം. ഡോക്ടർ ഷാജി കുടിയാട്ടിനെ ഇതിനായി ക്ഷണിക്കുകയാണ്. ഡോക്ടറെ ഇപ്പോ കോഹോസ്റ്റ് ആക്കാമേ. നമസ്കാരം. ഇന്നത്തെ ചർച്ച ഒത്തിരി പ്രാധാന്യമുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടില് സാധാരണ ഇപ്പൊ ഞാനൊക്കെ ഡോക്ടറായി കഴിഞ്ഞതിന് ശേഷം ആകെ സപ്പോർട്ട് ചെയ്തിരുന്ന ഏതൊക്കെ വാക്സിൻ എന്ന് പറയുന്നത് റാബിസ് വാക്സിൻ ആയിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള റാബിസ് വാക്സിനൊക്കെ മാറി പുതിയ ടെക്നോളജി കൊണ്ടുവരികയും അതിൻ്റെ ഇന്റൻഷൻസ് ഒക്കെ മറ്റു പലതായി മാറുകയും അത് നാട്ടുകാരെ അറിയിക്കാതെ സാധാരണക്കാർ ഇന്നും ഈ റെഗുലർ വാക്സിൻ എന്നുള്ള രീതിയിൽ ഇന്നത്തെ മോഡേൺ ന്യൂ ഇറ വാക്സിൻസ് പോയി എടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതൊന്നും പ്രൂവൺ ആണോ എന്ന് വരെ നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ഇവര് ടെക്നോളജി ഉപയോഗിച്ച് ഓരോന്ന് ചെയ്യുന്നു, ശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലോട്ട് ഇറക്കി വിടുന്നു. അത് ഡോക്ടർമാരായിട്ടുള്ളവരൊക്കെ ബഹിരാഷ്ട്ര കുത്തകൾ എന്ത് പറഞ്ഞാലും അതൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ ആണെന്നുള്ള മിഥ്യാധാരണയുടെ പുറത്ത് അത് അങ്ങോട്ട് സ്വയമേ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്, വാക്സിൻ എടുത്ത മൃഗങ്ങൾക്കും മനുഷ്യർക്കൊക്കെ റാബിസ് വരുന്നതായിട്ട്, പേവിഷബാധ ഏൽക്കുന്നതായിട്ട് ഞാൻ വളരെ മുമ്പ് തന്നെ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോ അവര് തന്നെ പത്രങ്ങളിൽ 3 വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ വന്നു എന്ന് ഓപ്പണായിട്ട് സമ്മതിക്കാൻ അവര് തന്നെ തയ്യാറായിരിക്കുകയാണ്. അപ്പൊ എത്ര നാളുകളായി ഈ അവസ്ഥ തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ഒരുപക്ഷെ ആലോചിച്ചാൽ കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഈ വന്നതിന്റെ പിന്നില് നമുക്കെല്ലാം കരുതലോടെ കാണേണ്ടത് ഉള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഇന്നത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ഇനി വേറെ എന്തെങ്കിലും വാക്സിൻ എല്ലാവരെയും നിർബന്ധിച്ചെടുക്കാൻ വേണ്ടി അവർ ഒരുക്കി വെച്ചിട്ട് അതിന് ജനത്തെ പാകപ്പെടുത്താൻ നടത്തുന്ന മാർക്കറ്റിങ്ങിന്റെ ഭാഗമാകാനും ഈ പുതിയ സംരംഭത്തെ, ഈ പുതിയ പബ്ലിക് ഇൻഫർമേഷൻ നമ്മൾ കാണേണ്ടതുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ വാക്സിൻ എടുത്തിട്ട് വീണ്ടും റാബിസ് വന്ന് മരണപ്പെടുന്ന ഒരു അവസ്ഥയില് നമ്മുടെ സമൂഹം, ഡോക്ടർമാരും ഇതിൻ്റെ ഈ കടി ഏൽക്കുന്നവരെല്ലാം തിരിച്ചറിയേണ്ടത്, അലോപ്പതിയിൽ ഇതിന് ഓൾമോസ്റ്റ് വാക്സിനാണ് അവർ പ്രതിവിധി പറയുന്നത്. അത് പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ
ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സാ ശാസ്ത്രങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് പ്ലേ ചെയ്യാനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും സമൂഹത്തെ മനസ്സിലാക്കിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഷാജൻ സ്കറിയയ്ക്ക് ഒരു ഓഡിയോ ഇട്ടിരുന്നു. അദ്ദേഹം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പുതിയൊരു വീഡിയോ ഇതേക്കുറിച്ച് റിലീസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടും ഈ ഒരു ചർച്ച വളരെ അഭികാമ്യമാണ്. കാരണം നാളെ മുതൽ ചിലപ്പോൾ നമ്മുടെ ഹോമിയോ ഡോക്ടർമാരുടെ അടുത്ത് പേവിഷബാധയ്ക്ക് പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഒക്കെ രോഗികൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഉള്ള ഒരു പ്രിപ്പറേഷനും കൂടിയായിട്ട് ഈ ചർച്ച ഉപകരിക്കട്ടെ. അപ്പം നമ്മുടെ സേട്ട് സാറ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗത്ഭരായ ചികിത്സിച്ചിട്ടുള്ള പല ഡോക്ടർമാരും ഇതിൻ്റെ അകത്ത് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സേട്ട് സാറിന് കൈമാറുകയാണ്. ഷൈല ഡോക്ടറെ, സേട്ട് സാറ് വന്നിട്ടുണ്ട്. ഷൈല ഡോക്ടർ മ്യൂട്ടാണ്. ഓക്കെ ഷാജി ഗുളിയേട്ട് ഡോക്ടറെ, ഡോക്ടർ വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇസ്മായിൽ സേട്ട് സാറിനെ നേരത്തെ കണ്ടു, പിന്നെ ഇടയ്ക്ക് കണ്ടില്ല. അപ്പൊ സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ പേവിഷബാധയും ഹോമിയോപ്പതി പ്രതിരോധം ചികിത്സ എന്നുള്ള വിഷയത്തിനെ കുറിച്ച് സാറിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ ചുരുക്കത്തിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. സാറിന് പറയാം. സാറിനെ കോഹോസ്റ്റ് ആക്കാം. ഓക്കെ സാറെ, അൺമ്യൂട്ട് ചെയ്തോളൂ. ഈ ചികിത്സ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങേണ്ട ചികിത്സാ പദ്ധതിയാണ്. കാരണം മറ്റുള്ള മുമ്പിൽ നമ്മുടെ അവകാശമാകാനോ തരം താഴ്ത്തപ്പെടാനോ സാധ്യതയുള്ള ഒരു കേസും കൂടിയാണിത്. അതുകൊണ്ട് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം യുക്തിയുമായിട്ട് ചികിത്സ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ മെഡിക്കൽ കോളേജിലെ സെല്ലിൽ പേപ്പട്ടി ബാധിച്ച് കിടക്കുന്ന ആള് നമ്മുടെ ബാലം വൈദ്യൻ, PSPയുടെ ബാലം വൈദ്യൻ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാലം വൈദ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കൊണ്ട് കാണിപ്പിച്ചു. ഞാൻ പോയി അവരെ ചികിത്സിക്കാൻ ശ്രമിച്ചു. പേപ്പട്ടി വിഷബാധയാണ്, ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. അങ്ങനെയുള്ള ആളെ ഞാൻ അതൊക്കെ ഓരോ സാന്ത്വനപ്പെടുത്തി വിളിച്ച് അടുത്ത് നിർത്തി സെല്ലാണ് കേട്ടോ. ഞാൻ പുറത്തോ അവർ അകത്തോ അടുത്തെത്തി സംസാരിച്ചിട്ടൊന്നുമില്ല. അയാളുടെ സെല്ലിനകത്താണ്, ഞാൻ സെല്ലിനെ പുറത്ത് നിൽക്കുകയാണ്. സെല്ലിനെ പുറത്ത് ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ഇരിക്കുന്നത്. കാരണം മാന്തിയാൽ തന്നെ ബുദ്ധിമുട്ടാവും. അവരെല്ലാവരും പറയും, മറ്റു ഡോക്ടർമാരും പറഞ്ഞു, പോലീസുകാരൊക്കെ പറഞ്ഞു മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാറി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് മരുന്ന് കൊടുത്ത് വളരെ മാറ്റം ഉണ്ടായിരുന്നു. അയാളുടെ പിറ്റേന്ന് രാവിലെ വെള്ളം വാങ്ങിച്ച് കുടിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കോളേജിൽ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോളേജിൽ അയാളുടെ അന്ന് ഞാൻ സൂപ്രണ്ടായിരുന്നു. 2-3 കേസ് അഡ്മിറ്റ് ചെയ്തു. അതും കുറച്ചൊക്കെ മെച്ചപ്പെടുത്തിയിട്ടാണ് നമ്മൾ വിട്ടത്. പിന്നെ പക്ഷിപ്പനി എന്ന് പറഞ്ഞ പനി ഉണ്ടായിരുന്നില്ലേ, വളരെ മാരകമായ രോഗമായിരുന്നു അത്, പക്ഷിപ്പനി. അതിന് നമ്മൾ ചികിത്സ ഹോമിയോപ്പതി കോളേജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ അനുഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തന്നെയാണ് ഈ പേപ്പട്ടി വിഷയം അതേ നമ്മൾ ചികിത്സിക്കുമ്പോൾ 2 ചിന്തിക്കണം, 2 വർഷം ചിന്തിക്കണം. ചിന്തിച്ച് വരുന്നില്ല, നമുക്ക് പരാജയം ഉണ്ടായാൽ ആ പരാജയം ആഘോഷിക്കാൻ വേണ്ടി കുറേ ആളുകളുണ്ടാവും. അത് നമ്മൾ സമ്മതിച്ചുകൂടാ. എല്ലാ കേസും സക്സസ് ആവണം നിർബന്ധമില്ല. ചില കേസ് നമ്മുടെ പരിധിക്ക് പുറത്തായിരിക്കും. അങ്ങനെ പരാജയപ്പെട്ടു പോയാൽ അത് ആഘോഷിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഉണ്ടാവും. അവരെ വേണം സൂക്ഷിക്കേണ്ടത് നമുക്ക്. അപ്പം വളരെയധികം ബുദ്ധിപൂർവ്വം നീങ്ങുകയാണെങ്കിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രോഗമാണ് പേപ്പട്ടി വിഷബാധ. തർക്കമൊന്നുമില്ല. എനിക്കും 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കേസുകളാണ്. ഓക്കെ സാറേ, സന്തോഷം. അപ്പം ബുദ്ധിപൂർവം ചികിത്സിച്ചാൽ നമുക്ക് പേവിഷബാധയും ചികിത്സിക്കാം എന്നാണ് നമുക്ക് സേട്ട് സാർ ഇപ്പോൾ പറഞ്ഞത്. അടുത്ത വിലയേറിയ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ജെയിംസ് പോൾ സാറിനെ ക്ഷണിക്കും. ജെയിംസ് പോൾ സാറേ, കേക്കാം. എല്ലാവർക്കും നമസ്കാരം. റാബിസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വേണമെന്ന് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. എങ്കിലും ഹോമിയോ സ്നേഹികൾ
ഈ ഫോറത്തിലുണ്ടെങ്കിൽ അവരോട് അറിയാൻ വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും വലിയ ദുരന്തം. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത്രയും അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ കാണാനില്ല. അതേസമയത്ത് ഗോമാതാക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന കണ്ടു. പക്ഷേ ഏറ്റവും കൂടുതൽ വളർത്തു നായ്ക്കളെക്കാൾ 8 or 10 ഇരട്ടിയാണ് തെരുവ് നായ്ക്കൾ. അപ്പം അത് പലപ്പോഴും പിന്നെ വരാന്തയിൽ കയറി വരാന്തയിൽ ഉറങ്ങുന്നവരെ കടിച്ചു കയറുന്നതായിട്ട് പേപ്പറിൽ വരുന്ന ന്യൂസ് കേൾക്കുന്നു. പിന്നെ നടന്നു പോകുന്ന കുട്ടികളെ പുറകെ പോയി കടിക്കുന്നു. ഇപ്പൊ ഈ അടുത്ത് തന്നെ 2-3 കുട്ടികളാണ് മരിച്ചത്. അത് വാക്സിൻ എടുത്തതിന് ശേഷമാണ്. അത് കൂടാതെ മറ്റ് 4 പേര്, കുട്ടികൾ ഉൾപ്പെടെ 7 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് ഈ അടുത്ത്. അപ്പൊ ഇതൊരു വലിയ ദുരന്തമായിട്ട് തന്നെ നമ്മൾ കണക്കിലെടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകം സാങ്ഷൻ ഇല്ലാതെ അതോറിറ്റിയുടെ, അതായത് പഞ്ചായത്ത് ലോക്കൽ ബോഡിയുടെ അതോറിറ്റി ഇല്ലാത്ത ഒരു നായ്ക്കളെ വളർത്താൻ പറ്റില്ല. അവിടെ രജിസ്റ്റർ ചെയ്യണം, ആണ്ടിൽ വാക്സിൻ എടുക്കണം, അല്ല അവർ പറയുന്ന സമയത്ത് വാക്സിൻ എടുക്കാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ മാത്രമേ ഈ നായ്ക്കളെയും പൂച്ചകളെയൊക്കെ വളർത്താൻ സാധിക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിനേക്കാൾ വില പട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യനെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ ജാമ്യം കിട്ടും, പട്ടിയെ തല്ലിക്കൊന്ന ജാമ്യമില്ലാത്ത കേസാണ്. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ദുരവസ്ഥ. ഇതിനാണ് ആദ്യം തന്നെ ഒരു പരിഹാരം ഉണ്ടാകുന്നത്. ഏതായാലും നായ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഒരു ഇൻവേഷൻ ടൈം എന്ന് പറയാം. അത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല. 3 ദിവസം മുതൽ 1 വർഷം വരെയൊക്കെയാണ് പറയുന്നത്. 3 ദിവസം മുതൽ 1 വർഷം വരെ. അത് കഴിഞ്ഞ് ഇൻവേഷൻ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ടെമ്പറേച്ചർ കാണിച്ചില്ല എന്ന് വരാം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റ് ആണ്, എക്സൈറ്റേഷൻ സ്റ്റേജ്. ആ സമയത്താണ് അതിന് കണ്ണ് കാണുന്നില്ല, കാതും കേൾക്കുന്നില്ല. നായയാണെങ്കിൽ അത് കാണുന്നില്ല, മുട്ടുന്നിടത്തെല്ലാം കഴിക്കും. അതാണ് അതിൻ്റെ സ്വഭാവം. അപ്പോൾ വളരെ വേഗമായിട്ട് തന്നെ കാണുകയും, അതുകൊണ്ടാണ് പലപ്പോഴും ഇത് ചാടി കടിക്കുന്നത്. അതിൻ്റെ കാഴ്ചയ്ക്ക് തന്നെ ഡിസ്ഫിഗറേഷൻ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് തോന്നുന്നത്. ഏതായാലും അതിനെപ്പറ്റി പ്രത്യേകിച്ച് പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മനുഷ്യരെ കടിച്ചിട്ടുണ്ട്, മനുഷ്യർ പേവിത വിഷബാധയ്ക്ക് വിധേയരായിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നും ഒന്നും എലിസിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു പഠനം നടന്നതായിട്ട് അറിവില്ല. അപ്പോൾ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പാരലിറ്റിക് സ്റ്റേജാണ്. ഇപ്പൊ ഈ 1ഉം 2ഉം സ്റ്റേജ് അറിയാതെ കടന്നു പോയെങ്കിൽ 3ാമത്തെ സ്റ്റേജാണ് പാരലിറ്റിക് സ്റ്റേജ്. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഈ വൾബാർ പാരലൈസിസിന് ഉണ്ടാകുന്ന അതേ സിംറ്റമാണ് ഈ പേപ്പട്ടി വിഷബാധയുടെ 3ാം സ്റ്റേജിൽ ഉണ്ടാകുന്നത്. അതായത് ചൂവിങ് ബുദ്ധിമുട്ടായിരിക്കും, എൻഗൾഫിങ് ബുദ്ധിമുട്ടായിരിക്കും, സ്പീച്ച് കുറച്ച് സ്ലർഡ് ആകും. ഇതൊക്കെയാണ് ബൾബാർ പാരാലിസിസിന് കാണിക്കുന്നത്. അപ്പം ഒരു കൺഫ്യൂഷൻ തേർഡ് സ്റ്റേജിലാണ് ഒരു രോഗിയെ കൊണ്ടുവരുന്നെങ്കിൽ പലപ്പോഴും നമ്മളല്ല ആരാണെങ്കിലും ഇങ്ങനെ ഒരു കൺഫ്യൂഷന് സാധ്യതയുണ്ട്. അല്ല, അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, വീഡിയോ ഓഫായി പോയതാണോ സാർ ഓഫ് ആക്കിയതാണോ? ഞാൻ ഓഫാക്കിയതല്ല. അല്ല, വീഡിയോ കാണുന്നില്ല സാറ്, വീഡിയോ ഓൺ ആക്കാമോ? ഞാൻ നേരത്തെ ഓണാക്കി, എന്നെ എല്ലാരും കണ്ടതാണല്ലോ. ഇപ്പൊ കാണാം. ഇപ്പൊ കാണാം. അപ്പൊ ഇപ്പൊ നമുക്ക് കണ്ടു കേൾക്കുമ്പോ കൈയെടുത്ത് വികാരമായിട്ട് സംസാരിച്ചപ്പോഴേ തട്ടിപ്പോയതാ. അതാണ് ആള്. അത് ശരി, വികാരപരനാവും. അതാണ് ഞാൻ ചോദിച്ചത്. ഏതായാലും ഈ സ്റ്റേജിലൊന്നും ശരിക്കുള്ള പഠനം ഇതുവരെ നടത്തിയിട്ടില്ല. വാക്സിൻ എടുക്കുന്നുള്ളത് സത്യമാണ്, പക്ഷെ വാക്സിൻ ഈ 100% വിജയകരമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. 50-50 ആണ് അതിന്റെ അതോറിറ്റികളും പറയുന്നത്. ഏതായാലും ഈ അടുത്ത നടന്ന കേസുകളിൽ 50 അല്ല 100% പരാജയമാണ്. അപ്പോൾ ഞാനൊരു വ്യക്തിമാണ്. പേപ്പട്ടി വിഷബാധ വളരെ ചെറുതിലെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ, അതായത് ഞങ്ങള് 3 കുട്ടികളും ഫാദർ മദർ, ഞങ്ങൾ 5 പേർക്കും വിഷബാധയേറ്റ്. അതെങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ആടുണ്ടായിരുന്നു. ആടിനെ പേപ്പട്ടി കടിച്ചത് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ സ്കൂളിൽ പോയി, മാതാപിതാക്കൾ ജോലിക്ക് പോയി, ഒരു അമ്മമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പട്ടി കടിച്ചിട്ടങ്ങ് പോയി. ഈ പട്ടി 3ാം ദിവസം ചാകുന്നു. അപ്പൊ അടുത്ത വീട്ടുകാര് ആണ് പറയുന്നത് ആടിനെ പട്ടി കടിച്ചിട്ടുണ്ടാവും. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ പട്ടി കടിച്ച പാടുണ്ട്. ഈ അമ്മൂമ്മ കണ്ണു കാണാതെ കറന്ന് ഞങ്ങൾ എല്ലാവരും പാല് കുടിക്കുകയും ചെയ്തു.
അപ്പൊ എല്ലാവർക്കും വളരെ വിഷമമായി, മരണഭീതി തന്നെ ഉണ്ടായി അപ്പനും അമ്മയ്ക്കൊക്കെ. അന്ന് ഇതുപോലുള്ള വാക്സിനോ ചികിത്സയോ ഒന്നുമില്ല. മുഹമ്മയിൽ ഒരു പാരമ്പര്യ വൈദ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അവിടെ താമസിച്ചാണ്, ഞങ്ങൾക്ക് 3 ദിവസം താമസിച്ചാണ് മരുന്ന് തരുന്നത്. ഏതായാലും പിന്നീട് അത് മനസ്സിലായി, ഈ നീല ഉമ്മമാണ് പാലിൽ കലക്കാണ് തരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് 3 ദിവസത്തേക്ക് പഥ്യമുണ്ട്, ഉപ്പ് പുളി ഒന്നും പാടില്ല, വെറുതെ കഞ്ഞി മാത്രം. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസമാണ് ഞങ്ങൾ വിടുന്നത്. അപ്പം വള്ളത്തിലാണ് പോരുന്നത്, വേമ്പനാട്ടുകായൽ കടന്നു പോകണം. അപ്പം വള്ളത്തിൽ ഞങ്ങളെയൊക്കെ കെട്ടിയിട്ട്, കുട്ടികളെ കെട്ടിയിട്ടുണ്ടാവും. മുതിർന്നവരാണെങ്കിലും വെള്ളം കാണുമ്പോൾ ഭയം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കെട്ടിയിട്ടാണ് വള്ളക്കാർ കരയ്ക്കെത്തിച്ചത്. ഏതായാലും ഞങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഈ ഒരു 12 വർഷം മുമ്പ് ഇവിടെ അരൂര് വെച്ച് ഞാൻ മാർക്കറ്റ് പോയി തിരിച്ചു വരുമ്പോൾ ഒരു നായ എന്നെ കടിച്ചു. ആ നായം 2-ാം ദിവസം ചത്തു. അപ്പൊ അതിനെ ആൾക്കാർ ഇങ്ങനെ അറിയാൻ വേണ്ടി പിടിച്ചു കെട്ടി മൃഗഡാക്ടറൊക്കെ വിളിച്ചെങ്കിലും ആരും വന്നില്ല. പക്ഷെ ഈ പാരാലിറ്റിക് സ്റ്റേജിൽ നായ ചാകുകയുണ്ടായി. അത് വേറെ പലരും കടി കൊണ്ടു, അവരെല്ലാം ആശുപത്രിയിൽ പോയി. പക്ഷെ ഞാൻ സ്ട്രമോണിയം 2 കഴിച്ചത്. അന്ന് തന്നെ 2 ഡോസ് കഴിച്ചു. ഇതെല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത്, മുറിവെല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് 2 ഡോസ് സ്ട്രമോണിയം 2 അന്ന് തന്നെ കഴിച്ചു. പിന്നെ ആഴ്ചക്ക് വെച്ച് ഒരു മാസത്തോളം കഴിച്ചു. പിന്നെ മാസം 1 ഡോസ് വെച്ച് 6 മാസം ഞാൻ കഴിച്ചു. ഏതായാലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇത് ഞാൻ സ്വയം ചികിത്സിച്ചാണ്, എൻ്റെ അനുഭവം. അപ്പം ഈ വിഷബാധ നമുക്ക് ധൈര്യമായിട്ട് ചികിത്സിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ അനുഭവം അങ്ങനെയാണ്. അപ്പം ഈ വേരിൽ അല്ല കതിരിൽ കൊണ്ട് വളം വെക്കാതെ ഈ വാക്സിൻ എടുക്കട്ടെ എടുക്കാതിരിക്കട്ടെ, നമ്മുടെ ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ അറിയുന്നവർക്കോ ഇങ്ങനെ ഒരു ചികിത്സ കൊടുത്താൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ചർച്ചയിലേക്ക് പോവാം. ഡോക്ടർ അഭിപ്രായത്തില് ലൈസിൻ ഹൈപ്പർടെൻസി കൊടുത്താൽ പ്രിവെന്റ് ചെയ്യുമോ? ചെയ്യാം. ബെലഡോണ പറയുന്നുണ്ട്. ബെലഡോണ അപ്പൊ ആ സ്റ്റേജിലാണ്, എക്സൈറ്റ്മെന്റ് സ്റ്റേജിലാണെങ്കിൽ ബെലഡോണ കൊടുക്കാം. അത് എക്സൈറ്റ്മെന്റ് പ്രിവെന്റീവ് ആയിട്ട് ബെറ്റർ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്റെ അനുഭവത്തിൽ വന്ന് ശ്രമോണിയം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതൊന്നും ഇല്ലല്ലോ. പണ്ട് കാലം മുതൽ പാരമ്പര്യമായിട്ട് നീല ഉമ്മമാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ പാരമ്പര്യ വൈദ്യന്മാർ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതാണല്ലോ ഇത്. അതുകൊണ്ടാണ് സാറ് സ്ട്രമോണിയം കഴിച്ചത്? യെസ് യെസ്. ഓക്കെ. ഫോണെ പോട്ടെന്ന് വിചാരിച്ചു കഴിച്ചതാ. സ്വന്തമായിട്ട് ഫോണെ പൊട്ടിക്കൊള്ളു അല്ലേ? അത് തന്നെ. ഓക്കെ, അപ്പൊ സാറ് ധൈര്യമായിട്ട് പറയുകയാണ്. നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കുമ്പോൾ ശ്രമോണിയാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി 2-ാമത്തെ സ്റ്റേജ് എക്സൈറ്റ്മെന്റിൽ കാണുമെങ്കിൽ ബെൽഡോണ ഈസ് ദ ബെസ്റ്റ്. അത് ഹൈപ്പോട്ടൻസി തന്നെ കൊടുക്കണമെന്നുള്ളതാണ്. ഏത് മെഡിസിൻ ആയാലും ഏതാണ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ, പ്രത്യേകിച്ച് ഏറ്റവും സാധ്യത കൂടുതൽ ബെൽഡോണ തന്നെയാണ് എക്സൈറ്റ്മെന്റ് സ്റ്റേജിൽ. എക്സൈറ്റ്മെന്റ് സ്റ്റേജിലാണെങ്കിൽ ക്യൂറേറ്റീവ് ആയിട്ടല്ലേ? അതെ, ക്യൂറേറ്റീവ് ആയിട്ട്. പ്രിവെന്റീവ് ആണെങ്കിൽ സ്ട്രമോണിയം. യെസ്. ഓക്കെ, അപ്പൊ അതാണ് സാറിന്റെ അഭിപ്രായം. ഇനി നമ്മുടെ വെറ്റിനറി ഡോക്ടർ ശ്രീകുമാർ സാർ എത്തിയിട്ടുണ്ട്. സാറിനെ ക്ഷണിക്കുകയാണ്. ഈ പേവിഷബാധയിൽ ചികിത്സയും പ്രതിരോധവും എന്നുള്ള വിഷയത്തില് സാറിന്റെ അറിവുകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി. സാറ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ശ്രീകുമാർ സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമോ? ശ്രീകുമാർ സാർ ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. ശ്രീകുമാർ ഡോക്ടർ, യെസ്. സാറിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കോഹോസ്റ്റ് ആണ് സാർ. നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. കാര്യം ഞങ്ങൾക്കൊക്കെ ഇതുപോലത്തെ കേസ് വരുമ്പോൾ ടെക്നിക്കലി അല്ലെങ്കിൽ പ്രൊഫഷണലി ഹോമിയോപ്പതിയുടെ ആ ഒരു അറിവ് ഞങ്ങളുടെ ഒരു ലിമിറ്റേഷനാണ്. പക്ഷെ എങ്കിലും കുറച്ച് നാള് ഹോമിയോ മെഡിസിൻസ് യൂസ് ചെയ്തതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഒരു നല്ലൊരു കേസ് ബെൽഗാമി വെച്ച്, അതായത് ഒരു പേപ്പട്ടി വന്ന്, പേപ്പട്ടി എന്ന് പറയാൻ കാര്യം അതിനെ അവർ കൊല്ലുമായിരുന്നു.
പക്ഷെ ആ പരിസരത്തോളം വേറെയും പലയിടത്ത് കടിച്ചതിന്റെ ബേസിൽ തന്നെ പേ ആണെന്നുള്ളതാണ് അതിനെല്ലാവരും പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ ഫാമിലാണ് വന്ന് ഇത് കടിച്ചത്. വന്നിട്ട് അതിനെ കെട്ടിയിട്ടിരിക്കുമായിരുന്നു ഈ കാളെ. വന്ന് അതിന്റെ മുഖത്തും ചെവിയിലും ഒക്കെയാ കടിച്ചത്. ശ്രീകുമാർ ഡോക്ടർ വീഡിയോ ഒന്ന് ഓൺ ചെയ്യോ? ഓൺ ചെയ്യാം ഒന്ന് വന്നോട്ടെ. അപ്പം ഇങ്ങനെ കടി വന്നു. അപ്പം നാച്ചുറലി ഫുൾ ഇത് ഇസ്കോണിന്റെ ഒരു ഫാമാണ്. അപ്പം അവിടെ നാച്ചുറലി അവരെല്ലാവരും വാക്സിനേഷൻ എന്നുള്ള ചിന്ത അവർക്ക് വന്നു. അപ്പൊ അവരെന്നെ വിളിച്ചു, ഞാൻ ചെന്നു. അപ്പം അവിടുത്തെ ചീഫ് ആയിരുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹോമിയോപ്പതി യൂസ് ചെയ്യുന്നതല്ലേ? ആരുമില്ല, ഞാനും പുള്ളി മാത്രമേ ഇരിക്കും. പറഞ്ഞു, നിങ്ങൾ വൈ ഡോണ്ട് യു ട്രൈ ഹോമിയോപ്പതി, വൈ ഡു യു വാണ്ട് ടു ഡു ദ വാക്സിനേഷൻ? അപ്പം പറഞ്ഞു, ഐ ഡു നോട്ട് വാണ്ട് ടു വാക്സിനേറ്റ്, ബട്ട് യു ഷുഡ് ഗീവ് മീ ദി അഷ്യൂറൻസ്. അപ്പം പറഞ്ഞു, നോ യു നീഡ്ന്റ് ഡു ദാറ്റ്, യു ഡു വാട്ട് യു തിങ്ക് ഇസ് റൈറ്റ്. അപ്പം ആസ് യൂഷ്വൽ പോയിട്ട് അതിന്റെ ചെവിയെല്ലാം അവർ അപ്പം തന്നെ എന്നെ ഫോൺ ചെയ്തപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ യൂസ് ചെയ്ത ലോജിക്ക് ബൈറ്റ് ആണ്, പങ്ചേർഡ് വൂണ്ടാണ്. ഞാൻ അവിടെ ലഡം പാലും ഹൈപ്പറിക്കുമാണ് കൊടുത്തത്. പിന്നെ ഹൈഡ്രോഫോബിനും കൊടുത്തിരുന്നു. ഇത് 3 ചെയ്തിട്ടുള്ളൂ. ഇന്നും ആ ബുള്ളിന് ഒരു പ്രശ്നവും ഇല്ലാതെ സുഖമായിരിപ്പുണ്ട്. പിന്നെ അതില് ഞാൻ യൂസ് ചെയ്ത ലോജിക്ക് ഇതാണ്. കാരണം എനിക്ക് കൂടുതലായിട്ട് ഇതിനെ ചിന്തിക്കാനുള്ള കാര്യം വേറെ സിംറ്റംസ് ഒന്നുമില്ല, ആള് ഹാപ്പിയാണ്. ഈ ഒരൊറ്റ മെഡിസിനെ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഈ ഒരു അനിമൽ സാധനം ചെവി കടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടും വന്നിട്ടില്ല, വരാഞ്ഞതുകൊണ്ടും പിന്നെ ഞാനിത് എല്ലാവരോടും പറയാൻ തുടങ്ങി. ഇങ്ങനെ പേ പഠിച്ച് കഴിച്ച നിങ്ങൾ വാക്സിനേറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ ഈ മെഡിസിൻസ് കൊടുത്തിരിക്കണമെന്ന് പറയാൻ തുടങ്ങി. എനിക്കങ്ങനെ 20 കേസ് ഞങ്ങൾ ഇതേപോലെ പേ പട്ടി കടിച്ചത് കേസിനെല്ലാം കടിച്ചു എന്ന് പറഞ്ഞ കേസിനെല്ലാം അവർ വാക്സിനേറ്റ് ചെയ്തോ ചെയ്തില്ല ഞാൻ അന്വേഷിച്ചിട്ടില്ല, ഇത് കൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ആ 20 കേസിലും ഒരു പ്രോബ്ലവും അവർക്ക് വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രിവെന്റീവ് എന്നുള്ള ആസ്പെക്ട് ഡിസ്കഷൻ വന്നോണ്ടാ പറഞ്ഞ ഞാൻ യൂസ് ചെയ്ത ലോജിക് ഇതാണ്. കാര്യം ഇറ്റ് ട്രാവൽസ് ബൈ ദ നെർവ്സ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഗീവ് ഹൈപ്പറിക്കം ലഡംപാൽ. അതാണ് യൂസ് ചെയ്ത ലോജിക്ക്. എനിക്കിപ്പം 21 കേസസ് ഞാനതൊക്കെ എഴുതി വെച്ചിരുന്നു, ഇപ്പൊ എന്റെ ഇല്ല. പക്ഷെ എനിക്ക് അറിയാം ഇതിൽ മാറുമെന്ന്. ഇവിടെ എല്ലാ ഈവൻ വെറ്റിനറി ഇപ്പം പഠിപ്പിക്കുന്നുണ്ടല്ലോ, വെറ്റിനറിയൻസിന് ഇപ്പം ഹോമിയോപ്പതി കോഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഞാനൊരു ഫാക്കൽറ്റി, അവിടെ ഞാൻ അവരോട് പറയാറുണ്ട്, യു വാക്സിനേറ്റ് ഓർ നോട്ട്, ദാറ്റ് ഇസ് യുവർ ലൈക്കിംഗ്, ബട്ട് യു ഷുഡ് ഗീവ് ദീസ് മെഡിസിൻസ്. അറ്റ്ലീസ്റ്റ് യു ക്യാൻ യുൽ ബി ഷുവർ ദാറ്റ് ദി പർട്ടിക്കുലർ ആനിമൽ വിൽ നോട്ട് ഗെറ്റ് റേബിഡ്. അപ്പം അത് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് ന്യൂസ് പ്രകാരം അവരെല്ലാം ചെയ്യുന്നുണ്ടാവാം. അറ്റ്ലീസ്റ്റ് വാക്സിനേറ്റ് ചെയ്യുന്ന സമയത്തോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം, ബട്ട് യു ഷുഡ് ഗീവ് ദിസ് മെഡിസിൻ. അതാണ് പ്രിവെന്റീവ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ അടുത്തത് എനിക്ക് ഒരു കേസ് ഇതുപോലെ ഒന്നിൽ കൂടുതൽ കേസ് എനിക്ക് പിന്നെ ഈ റേബിഡ് ഡോഗ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഇറ്റ് ഷുഡ് ഡൈ just because of this disease. There will be a medicine. അത് എന്റെ ലിമിറ്റേഷൻ ആണ്, എനിക്ക് ആ മെഡിസിനിൽ അറൈവ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ അത് വരുമ്പോൾ പല ഹോമിയോപ്പത്തിനെയും വിളിച്ച് ഞാൻ ചോദിക്കാറുണ്ട്, ക്യാൻ യു ജസ്റ്റ് ഹെൽപ്പ് മീ വിത്ത് ദിസ്? അപ്പം എല്ലാവരും എനിക്ക് വേണ്ട സർവീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കേസിൽ ഞാൻ അവിടെയും യൂസ് ചെയ്ത ലോജിക് ഇത് തന്നെയാണ്. ഹൈപ്പറിക്കം ആൻഡ് ലഡംപാൽ തന്നെയാണ് ആദ്യം കൊടുത്തത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ചേഞ്ച് ആനിമലിനുണ്ടായി. അപ്പൊ പിന്നീട് ഞാൻ നോക്കുമ്പോൾ ആ ചേഞ്ച് പിന്നെ അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ ചെയ്തതാണ് സ്ട്രമോണിയവും ഹൈഡ്രോഫോബിനവും കൂടെ കൊടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ അനിമലിന് ക്വിക്കായിട്ട്, അതും വണ്ണമില്ല കൊടുത്തതും, അത് നല്ലൊരു ചേഞ്ച് അനിമലിനുണ്ടായി. അതാണ് ഒരു കേസ് ക്യൂർ ആയെന്ന് പറഞ്ഞതും ഞാൻ കൊടുത്ത റെമഡീസും ഇതാണ്. അതിനുശേഷം വന്നിട്ടുള്ളതിനൊന്നും ഒരു ഇനീഷ്യലി ഒരു ചേഞ്ച് ചെറുതായിട്ട് വന്നിട്ടുള്ളതല്ലാതെ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഡിഫറെന്റ് സ്റ്റേജിൽ ഡിഫറെന്റ് മെഡിസിൻ എന്നുള്ള ആംഗിളിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അത് എന്റെ ലിമിറ്റേഷനാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു സർവീസ് എനിക്ക് കിട്ടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനിമൽസിൽ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആൾക്കാർക്ക് അത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പൊതുവേ ഒരു ഭയമുണ്ട് എല്ലാവർക്കും. കാര്യം റേബീസ് വന്നു കഴിഞ്ഞാൽ അത് ഫെയ്റ്റലാന്നുള്ളത് കൊണ്ടും ആർക്കാർക്ക് മെഡിസിൻ കൊടുക്കാനുള്ള ധൈര്യം എന്നുള്ളൊരു വിഷയമുണ്ട്. പലരും കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരു ഭയമുണ്ട് ആ സമയത്ത്. അത് കാരണം അവർ മെഡിക്കേറ്റ് ചെയ്താൽ നമ്മൾ സ്പ്രേ ചെയ്യാൻ പറഞ്ഞത്. അത് ആ കേസ് നമ്മൾ സ്പ്രേ ചെയ്യുവാണ് ചെയ്തത്. അതിലാണ് ആ ക്യൂർ വന്നത്.
അത് റേബീസ് ആണെന്ന് അവിടുത്തെ ഡോക്ടർ പറയും. വിത്തിൻ 2 ദിവസത്തിന് ആള് പോകുമെന്ന് പറഞ്ഞ അനിമൽ ഇന്നും ജീവനോടുണ്ട്. അത് അന്ന് പ്രഗ്നന്റ് ആയിരുന്നു. അതിനൊരു പ്രശ്നവും ഉണ്ടായിട്ടുമില്ല. ആ സിംറ്റംസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇനിഷ്യലി തന്നെ അത് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ കിട്ടിയ കേസിൽ വേറെ ഒരെണ്ണം തെലങ്കാനയിൽ ഇതേപോലെ ഒരു കേസ്. അവിടുത്തെ ഡോക്ടർ ഇത് പേ ആന്ന് പറയും. ഞാനപ്പോൾ സി ജവറി സാറിനെ അന്ന് വിളിച്ചിരുന്നതും സാറ് അന്ന് സ്ട്രമോണിയ പറഞ്ഞ് അതും ഇന്നും ലൈവാണ്. ഈ 2 കേസാണ് നമുക്ക് സക്സസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ 2 കേസും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇറ്റ് വാസ് ഡയഗ്നോസ്ഡ് ബൈ ദി ലോക്കൽ ഡോക്ടർ ആസ് റേബീസ്. ഇതാണ് സർ എനിക്കിപ്പോൾ ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളത്. ആൻഡ് ഇഫ് യു ക്യാൻ ഷെയർ, അതായത് ഇന്ന സ്റ്റേജിൽ പ്രത്യേകിച്ച് ഈ അനിമൽസിന് ബെല്ലോയിങ് ആണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ കിടന്നങ്ങ് വിളിക്കാൻ തുടങ്ങും. അടുത്തുള്ള വീട്ടുകാർക്കെല്ലാം മനസ്സിലാകും. നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ബെല്ലോയിങ് എന്ന് പറഞ്ഞാൽ അവർ വിളിക്കുന്നതാണ്, അവർ കരയുന്നതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സിംറ്റം. പിന്നെ കാണുന്നവരെ കണ്ണിൽ ആരെ കണ്ടാലും പേടിച്ചു പോകും. പിന്നെ ലാസ്റ്റ്ലി പറഞ്ഞ പോലെ പെരാലിസിസ്. ആ സ്റ്റേജിൽ എനിക്ക് എൻ്റെ ആ കേസും പെരാലിസ് സ്റ്റേജിൽ വന്നിരുന്നില്ല. അതിന് മുമ്പ് തന്നെ ആയിരുന്നു അത് കേസ് കിട്ടിയത്. അപ്പം ആ ഇനിഷ്യൽ ഫേസിൽ കുറച്ചുകൂടെ ഇപ്പൊ വിത്തിൻ 2 days എന്ന് പറഞ്ഞ കേസൊക്കെ 3 days വരെയൊക്കെ പോവുകയും, പക്ഷെ പിന്നീട് അങ്ങ് സ്ലിപ്പായി പോയി. ആദ്യമൊക്കെ വെള്ളം കുടിക്കാതിരുന്ന സാധനം വെള്ളം കുടിച്ചു, പക്ഷെ പിന്നെ അതങ്ങ് സ്ലിപ്പായി പോയി. സോ വേർ ഹാവ് ഐ ഗോൺ റോങ് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇഫ് എനിബഡി ക്യാൻ കോൺട്രിബ്യൂട്ട്, അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ട് ഐ വിഷ് ടു ട്രൈ മോർ ആൻഡ് ഐ ഹാവ് ഫെയ്ത്ത് ദാറ്റ് വി ക്യാൻ ക്യൂർ ദിസ്. സാറ് ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തതാണോ ഫെയിലർ ആയത്? ഫെയിലർ ആയിട്ടുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? കൊടുത്തിട്ടും ഫെയിലർ ആയത്. അതാ ഒരു പോയിന്റ് പറഞ്ഞ്, വെദർ ദേ ഹാവ് ഗിവൺ ദ മെഡിസിൻ പ്രോപ്പർലി, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഭയം എന്നുള്ള സാധനം ഇവിടെ ഉണ്ട്. മറ്റേ കേസിൽ അതായിരുന്നില്ല. മറ്റേ 2 കേസിലും നല്ല ധൈര്യശാലിയായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരടുത്ത് പറഞ്ഞ പോലെ, പ്രത്യേകിച്ചും ഫസ്റ്റ് ആ പോറ്റിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ആ സമയത്ത് ഭയപ്പെടാതെ തന്നെ അത് ചെയ്തു. അപ്പൊ ആ ഒരു ഇഷ്യൂ ഇതിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണോ? അപ്പൊ ജെയിംസ് പോൾ സാറൊക്കെ എന്ത് പറയുന്നു? എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രോട്ടോകോള് ഇതിന് അങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി എനിക്കൊരു പ്രോട്ടോകോൾ കിട്ടാന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ലോട്ട് ഓഫ് കേസസ്. അനിമൽസിനെ പോലെ മനുഷ്യരെ പോലെ ആരും തടയാനൊന്നുമില്ല നമുക്ക്. എനിക്കൊരു ഹെൽപ്പ്, വ്യക്തമായ പ്രോട്ടോകോളും എനിക്ക് കിട്ടാന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. ഈവൻ അതർവൈസ് ഓൾസോ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. പക്ഷേ ഐ ടോൾഡ് ഐ ഹാവ് ഗോട്ട് ലിമിറ്റേഷൻസ്, നോട്ട് ആസ് എ വെറ്റ് ബട്ട് ആസ് knowledge on homeopathy, on correct prescription. ആലോചിച്ച് ഇപ്പൊ പറയുന്നുണ്ടോ സാർ? അതാലെ ആലോചിച്ച് പറഞ്ഞാലും മതി, വേറൊരാള് പറയുമ്പോഴേക്കും. യെസ് സാറ് മ്യൂട്ടാണ് സാറ്. അയ്യോ പോയോ? അതല്ല, ശ്രീകുമാർ സാറല്ല, ജെയിംസ് പോൾ സാറ് മ്യൂട്ടാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ സാർ. സാർ പറയുന്നുണ്ട്. പറയുമ്പോഴേ ലൈസൻസ് ആദ്യം കൊടുക്കുക, പിന്നീട് സമ്മോണിയം കൊടുക്കുക, ബെല്ലോണ വേണമെങ്കിൽ കൊടുക്കുക. അങ്ങനെയാണ് ആ ഒരു പ്രോട്ടോകോൾ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അല്ലാതെ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. സെപ്പറേറ്റ് കേസാണ്. ഒരു കേസ് ഞാൻ പറഞ്ഞത് കുറച്ച് ചേഞ്ച് ഉണ്ടായെന്ന് പറഞ്ഞത് ബെലഡോണയായിരുന്നു. കുറച്ച് ചേഞ്ച് ഉണ്ടായെന്ന് പറഞ്ഞ കേസ് ബെലഡോണയായിരുന്നു. പിന്നീട് സ്ലിപ്പായി എന്ന് പറഞ്ഞ കേസ് സാറേ ഇതിന്റെയൊക്കെ പൊട്ടൻസി ഹയർ വേണ്ടത്. ഞാൻ ഉദ്ദേശിക്കുന്നത് തെന്നമാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പേപ്പട്ടി ആണ് കടിച്ചതെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന തുടക്കത്തിലെ ഹൈഡ്രോഫോറിയം കൊടുക്കാം, ഒരു ഡോസ് കൊടുക്കാം. ഊടിയിടുന്ന സ്വഭാവം ഉണ്ടല്ലോ പട്ടിക്ക്, ഊടിയിടുന്ന നീട്ടി ഊടിയിടുന്ന സ്വഭാവമുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അതൊരു ഹൈഡ്രോഫോറിയം സിംറ്റമാണ്. ആ സമയത്താണ് ഹൈഡ്രോഫോറിയം കൊടുക്കേണ്ടത്. അത് തന്നെയാണ് ഈ കിടന്ന് പട്ടി ഉള്ളിടുന്ന പോലെ ഇത് കിടന്ന് കൂവലായിരിക്കും. പശു കിടന്ന് ആ സ്റ്റേജില്
പിന്നെ വായിന്ന് ഭയങ്കരമായിട്ട്, അതായത് വെള്ളം കുടിക്കാനായിട്ട് തൊട്ടിയിൽ കൊണ്ട് ആ വെള്ളത്തിൽ മുക്കി വെച്ചോണ്ടിരിക്കും, എന്നിട്ടിരുന്ന് ഉറങ്ങുന്ന പോലെ ഇരിക്കും, കുടിക്കത്തില്ല. കാരണം ഇവിടെ പാരലൈസിസ് അനുഭവപ്പെടുന്നതുകൊണ്ടാണ്. അതെ അതെ അതെ. ആ. അപ്പൊ ആ സ്റ്റേജിലോ? ആ സ്റ്റേജിൽ ഈ കാറിക്കൊണ്ടിരിക്കുന്നത് ഈ പാരലൈസിസ് വരുന്നതിന് മുമ്പുള്ള എക്സൈറ്റേഷൻ, ആ ടൈമിലാണ് ഇതിന്റെ കാർച്ചം കൂവിച്ച്. ആ കാർച്ചം കൂവിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ല. ആ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്. എക്സൈറ്റ്മെന്റ് സ്റ്റേജിൽ ഈ കാർച്ചം കൂവിച്ചും എക്സൈറ്റഡ് ആകുമ്പോൾ ബെൽഡോണ വരും. വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കാന്താരീസ് ഹൈപ്പോട്ടൻസ്. കാന്താരീസ് ഹൈപ്പോട്ടൻസ്. അതെ. പിന്നെ വേറൊരു സ്വഭാവം ഉണ്ട്, അവരുടെ യൂറിനേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കും, കുറേശ്ശെ യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഉടനെ അങ്ങ് കിടന്നു കളയും. പേടിച്ചിട്ട് നമ്മൾ അടുത്തോട്ട് പോകുന്ന ഉടനെ പേടിച്ചങ്ങ് കിടന്നു കളയും. പേടിച്ചിട്ട് കിടക്കുമ്പോൾ അവൻ ഇടയ്ക്ക് ചാടാൻ ശ്രമിക്കും. അതാ ബലൂണാണ്. അപ്പൊ യൂറിനേഷൻ സിംറ്റംസ് പ്രിഡോമിനേറ്റ് ചെയ്യുവാണെങ്കിൽ കാന്താരിസം. മാത്രമല്ല ഇങ്ങനെ ഈ കാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കാന്താരീസ് ഇൻഡിക്കേഷനാണ്. ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നതിന് കാന്താരീസ് കവർ ചെയ്യും. ഇതൊക്കെയാണ് സാറേ പശുക്കളിലുള്ള ബേസിക് ആയിട്ട് നമ്മൾ കാണുന്ന സിംറ്റംസ്. ഇതൊക്കെയാണ് ഇതിന് ഇപ്പം സാറി പറഞ്ഞ പോലെ എനിക്ക് തീർച്ചയായിട്ടും ഓർമ്മയില്ല. ആനയ്ക്ക് പെട്ടെന്ന് വെച്ചിട്ട് അത് 1 ഡ്രോപ്പ് കൊടുത്ത് സുഖമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഓർക്ക് പണ്ടെങ്ങാണ്ടാണോ ഡോക്ടർ രവി? പിന്നെ നെറ്റ് വീക്ക് ആണെന്ന് തോന്നുന്നു സേട്ട് സാറിന്റെ. ജെയിംസ് പോൾ സാർ എന്താ പറയാൻ വന്നത്? ഞാൻ പറയാൻ വന്നത് ഈ ലഡവും ഹൈപ്പറിക്കവും 2 തരത്തിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് കടി നെർവിന് ഏറ്റിട്ടുണ്ടെങ്കിൽ ആ പാർട്ട് ഹൈലി ഇൻഫ്ലെയിംഡ് ആയിരിക്കും, ഹോട്ടായിരിക്കും. ലഡം ആണെങ്കിൽ മസിൽസിനാണ് പഞ്ചോട് കൊണ്ട്, മസിൽസിനായിരിക്കും അവിടെ കോൾഡ് ആയിരിക്കും. മാത്രമല്ല ഇങ്ങനെ ഈ സീറം പോലെ അത് സീറോ സാങ്കിനസ് ഫ്ലൂയിഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കും, ലഡം പോലെ. അതെ. ഓക്കെ. മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടർ അൺമ്യൂട്ട് സംസാരിച്ചു. എനിക്ക് പറയാനുള്ള ഒരു മെഡിസിൻ ഉണ്ട്, അനഗാലിസ് ഉണ്ട്. നമ്മുടെ ബോറക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്, കാന്താരിസ് അനഗാലിസ്. മാത്രമല്ല ഹനുമാൻഡര ലെസറൈറ്റിസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഇതിനെ കൊണ്ട് പറയുന്നുണ്ട് ഹൈഡ്രോഫോബിയ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഹൈഡ്രോഫോബിയ ശരിക്കും എയറോഫോബിയ എന്നാണ്, കൂടുതൽ സെൻസിറ്റീവ്നെസ് എയറുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് കുറെ കൂടെ ഇൻഡിക്കേറ്റർ കാന്താരിസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അനഗാലിസ് ആൻഡ് കാന്താരിസ് ആണ് എന്റെ സജഷൻസ്. ബോറക്കിനകത്തുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. പറഞ്ഞിട്ടുള്ളതാണ്. ഡോക്ടർ ഐസക്കും പണ്ട് പറഞ്ഞിട്ടുണ്ട്, പ്രകാശ് സാർ പറഞ്ഞിട്ടുണ്ട് അനഗാലിസിനെ പറ്റി. ഓക്കെ മനോജ് ഡോക്ടറെ, അത് മനോജ് ഡോക്ടറുടെ പുതിയ ആ ഒരു സജഷൻ കൂടെ വന്നിട്ടുണ്ട്. ഇനി രഞ്ജീവ് ഡോക്ടർ ഉണ്ടോ? രഞ്ജീവ് ഡോക്ടർ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ലേ. അതുപോലെ തന്നെ കൊല്ലത്തുള്ള ഗീത മാഡം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഇനി ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് അവരവരുടെ അറിവുകൾ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ഹാൻഡ് റൈസ് ചെയ്താൽ ഗീത MG മാഡം അല്ലേ? വേറെ കൊല്ലത്തുള്ള വേറൊരു ഗീത ഡോക്ടർ കയറുമെന്ന് പറഞ്ഞായിരുന്നു. ഡോക്ടർ MG ഗീത അല്ല, MG ഗീത അതല്ല, അത് മാഡം അല്ല. അല്ല, അത് തന്നെയാണ് ഗീതാ മാഡം അദ്ദേഹം പറഞ്ഞത്. ഹേ ഡോക്ടർ പറഞ്ഞ ഗീതാ മാഡം തന്നെ. പിന്നെ അത് തന്നെ. ശരി, ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഗീത MG മാഡത്തിനെ ക്ഷണിക്കുകയാണ് അടുത്തതായിട്ട്. മാഡം അൺമ്യൂട്ട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. മാഡം നമസ്കാരം.
ഞാൻ ഇരുട്ടാണ്. ഡോക്ടറോട് ഒരു സംശയം ചോദിക്കാനുണ്ട്. മാഡത്തിനെ കാണുന്നില്ല മാഡം, ഇരുട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ അവിടെ കാണുന്നില്ലേ? റൂമിൽ വെട്ടമില്ല. ആ വെട്ടമുണ്ട്. കാണാമോ? ഇല്ല. കാണുന്നില്ല. ഇല്ല, ഇരുട്ട് മാത്രം, അന്ധകാരം ഡാർക്കാണ്. അന്ധകാരമാണ്. എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ കാണുന്നില്ലേ? ഇല്ല, ഇല്ല. ഒന്നും ഇല്ല കാണുന്നില്ല. ഇല്ല. ഇതിന്റെ സെറ്റിന്റെ കുഴപ്പം വല്ലതും ആണോ എന്തോ? കുഴപ്പമില്ല, മാഡം സംസാരിച്ചോളൂ. എനിക്ക് ശ്രീമാൻ ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കാനുള്ളതാണ്. ഈ സാർ, ഈ മനുഷ്യരിൽ കാണുന്ന പോലെ ഈ വെള്ളം കുടിക്കാനുള്ള പ്രയാസം മൃഗങ്ങൾ കാണുന്നില്ലയോ? ഉണ്ടല്ലോ പറഞ്ഞു. വെള്ളം പറഞ്ഞ കുടിക്കാനായിട്ട് പോയി വെള്ളം കുടിക്കുന്നില്ല. അത് പോയിട്ട് ആ ബക്കറ്റിൽ പോയി നിന്നിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളില് ഹ്യൂമൻ ബീങ്സിൽ ഇതിന് ഹൈഡ്രോഫോബിയ എന്നും റാബീസ് എന്ന് പറയുന്നത് മൃഗങ്ങളിലുമാണ്. ഈ സിംറ്റം കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നെന്നാണ് മൈക്രോബയോളജി ടെക്സ്റ്റ് ബുക്കില്. ഞാൻ പതോളജി പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കുക. ഇതിലുണ്ട്. അനിമൽസിൽ ഇതാണ് അവരുടെ ഒരു ബേസിക് സിംറ്റം. അവര് ബക്കറ്റ് കണ്ടിട്ട് ആ ബക്കറ്റിലോട്ട് പോയെന്ന് വെച്ച് അത് ഹൈഡ്രോ, ഇത് ഫോബിനമല്ല, ഇത് ഫിലിക്കാണ്. വെള്ളത്തിലേക്ക് അവർ തല കൊണ്ട് വെക്കുകയാണ്. ദേ ആർ നോട്ട് എഗെയിൻസ്റ്റ് ദ വാട്ടർ, ദേ വോണ്ട് വാട്ടർ. പക്ഷെ അതിൽ കൊണ്ട് തല വെച്ച് ഇങ്ങനെ ഇരിക്കും. ദേ ഡോണ്ട് ഷോ എനി ഫിയർ ഓഫ് വാട്ടർ. ദേ ഷോയിങ് ദേ വോണ്ട് വാട്ടർ. അതുകൊണ്ടായിരിക്കും റാബീസ് എന്ന് പറയുന്നത് അല്ലെ, ഹൈഡ്രോഫോബിയ എന്ന് പറയാത്തത് മൃഗങ്ങളില്. ഈ സാറി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിന്റെ വീട്ടിലെ ഒരു പട്ടിയെ വേറൊരു പട്ടി വന്ന് കടിച്ചു. അന്നേരം എൻ്റെ അടുത്ത് അവർ ഒറീസയിലാണ്, വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ ലഡവും ഹൈപ്പറിക്കവും ലൈസിനുമാണ് കൊടുത്തത്. അതെ അതെ അതെ, ഇത് തന്നെ ഞാനും നല്ല പ്രിവെന്റീവ് ആയിട്ട് എഫക്റ്റ് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ചെയ്തു വീടുകളിൽ പോകുന്നത്. നിന്നൊക്കെ ആൾക്കാർ പൂച്ച കടിച്ചെന്നും പറഞ്ഞ് വരാറുണ്ടല്ലോ, മിക്കവാറും പൂച്ചകൾ. അന്നേരം ഒക്കെ ലഡവും ഹൈപ്പറിക്കവും കൊടുക്കാറുണ്ട്. അതെ. പിന്നെ പഴയ സീനിയർ ഡോക്ടറും എൻ്റെ അച്ഛനും ഒക്കെ ചികിത്സിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ള ഡ്രഗ്സ് ബെലഡോണ 10 mm സ്ട്രമോണിയൻ 10 mm ആണ്. ഹ്യൂമൻ ബീങ്സിൽ ഇങ്ങനെ വീട്ടിലുള്ള പട്ടി തന്നെ ഒരാളെ കടിച്ചു ഹൈഡ്രോഫോബിയ ഡെവലപ്പ് ചെയ്ത് 2 ഹൈപ്പോടെൻസിയിൽ റിപ്പീറ്റഡ് ഡോസ് കൊടുത്തു. ഓക്കെ. പിന്നെ സാറേ, ഈ ഇടയ്ക്ക് എനിക്കൊരു കേസ് കിട്ടി. ആ കുട്ടിക്ക് തലവേദനയാണ്. ഞാൻ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പല മെഡിസിൻസ് കൊടുത്തിട്ടും തലവേദന കുറഞ്ഞില്ല. പക്ഷെ അത് ആന്റി റാബീസ് ഇഞ്ചക്ഷൻ എടുത്തു എന്നുള്ള രീതിയിൽ ഞാൻ ലൈസിൻ കൊടുത്തു. പിന്നെ അത് 1 വർഷമായിട്ട് ആ കുട്ടിക്ക് തലവേദനയില്ല. അതൊക്കെ ലോജിക്കായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതാണ്. പിന്നെ അതുപോലെ കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ട് കൺസീവ് ചെയ്യാതിരുന്ന ഒരാളിനും ഈ ആന്റി റാബീസ് എടുത്ത ഒരു ലേഡിയായിരുന്നു. അവർക്കും ലൈസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ കൺസീവ് ചെയ്തു. ഓക്കെ, നല്ല അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെ അനുഭവങ്ങളെ ഉള്ളൂ സാറേ. ലഡ ഹൈപ്പറിക്കും സാധാരണ ഇങ്ങനെ ഗീത കൊടുക്കാറുണ്ട്. എം ജി എന്ന് പറഞ്ഞ നിങ്ങളെ കൊല്ലക്കാരിയാണോ? അതെ സാർ, ഞാൻ നിങ്ങളെ വീട്ടിൽ ഹോമിയോ വന്നിട്ടുണ്ടോ? കോളേജിൽ ഉണ്ടായിരുന്ന ഗീതയാണ്. അച്ഛന്റെ പേരെന്തായിരുന്നു? ഗോപിനാഥ പിള്ള. ഓക്കെ ഓക്കെ. ഞാൻ അച്ഛൻ ചികിത്സിച്ച കേസിന്റെ കാര്യമാണ് ഇപ്പൊ സ്ട്രമോണിയവും ബെലഡോണ 10 mm പറഞ്ഞത്. ഞാൻ രവിസാരം വീട്ടിൽ വന്നിട്ടുണ്ട്. അറിയാം എനിക്ക്. ഓക്കെ മാഡം, എന്തായാലും മാഡത്തിന്റെ അറിവുകൾ പങ്കുവച്ചതിൽ വളരെ സന്തോഷം. ഇനി നമുക്ക് ദേവൻ ഡോക്ടറുണ്ട്, ഡോക്ടർ എഹിയ ഉണ്ട്, പിന്നെ ഡോക്ടർ ഹരിഹരൻ സാറുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്നാൽ നന്നായിരിക്കും. ഇപ്പോഴും എന്റെ വീഡിയോ ഓൺ അല്ലല്ലേ? അല്ല, ഇപ്പോഴും അന്ധകാരം. ഇനി സിസ്റ്റത്തിന്റെ കുഴപ്പമാണോന്നറിയാൻ ചോദിച്ചതാ. ഇപ്പോഴും ഇരുട്ട് മാത്രം, ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ട് മാത്രം കാണും. ദേവൻ ഡോക്ടറെ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാമോ? ദേവൻ ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യാമോ? ദേവൻ ഡോക്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഹരിഹരൻ സാർ ഉണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യാം. ഹരിഹരനെ വല്ലതും പറയാനുണ്ടാവും.
ഹരിഹരൻ സാറ് കായംകുളം ഉണ്ടോ? കായംകുളം മലയാളനല്ലേ? ആ, അത് പഴയ ഒരുപാട് അനുഭവം ഉണ്ടാവും. ദേവൻ ഡോക്ടർ, ഹരിഹരൻ സാറ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ദേവൻ ഡോക്ടർ ഉണ്ടോ? ഇല്ല. ദേവൻ ഡോക്ടർ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. രണ്ടുപേരും ഉണ്ട്, രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ദേവൻ ഡോക്ടർ ഉണ്ടോ? ഒരു കല്ലെടുത്ത് എറിഞ്ഞാലോ? അതെ, ചെറിയൊരു രണ്ടുപേരും കല്ലെടുത്ത് അടുത്തടുത്ത്. റെസ്പോണ്ട് ചെയ്യാൻ ചേർക്ക് റെസ്പോണ്ട് ചെയ്യാൻ ചെറിയൊരു കല്ലെടുത്ത് എറിഞ്ഞാൽ മതി. നമസ്കാരം. ഞാന് ആ, വന്നു. തിരക്കിലാണ്. ആ ദേവൻ കല്ലെറിഞ്ഞ് കല്ല് കിട്ടി. സംസാരിച്ചോളൂ ദേവൻ ഡോക്ടർ. ഇതില് നമ്മൾക്കിപ്പോ ഇതില് എന്റെ അച്ഛനൊക്കെ ചികിത്സിച്ചിട്ടുണ്ട്. പിന്നെ ഈ പൂച്ച കടിച്ച കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് വരാറുണ്ട്. ഈ ബെല്ലും നേരത്തെ ഡോക്ടർ പറഞ്ഞ സ്ട്രാമോണിയം ബെല്ലും ഒക്കെ തന്നെയാണ് പ്രധാനമായിട്ട് കൊടുക്കണം. പിന്നെ ഇതിന്റെ ഒരു പൊളിറ്റിക്സ് ആരെങ്കിലും ഇവിടെ പറഞ്ഞെങ്കിൽ ഞാൻ പറയാം. എനിക്ക് ഇതിന്റെ ഒരു പൊളിറ്റിക്സ് പറയാനുണ്ടായിരുന്നു. ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഞാനത് പറയുന്നില്ല. ഡോക്ടർ പറഞ്ഞോളൂ. പറഞ്ഞില്ലേ? ഒരാളെ പൊളിറ്റിക്സ് അല്ലല്ലോ മറ്റൊരാളെ പൊളിറ്റിക്സ്. പറഞ്ഞോളൂ. ഇത് പിന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ ഒരു എക്കണോമിക്സിൽ ഒരു തിയറി ഉണ്ട്, ആഡം സ്മിത്ത് തിയറി എന്ന് പറയും. അപ്പൊ അതിൽ പറയുന്നത് കൂടുതൽ ഉൽപാദനം ഉണ്ടാവുമ്പോൾ പ്രോഡക്റ്റ് നന്നാവും, മെച്ചപ്പെടും. പ്രോഡക്റ്റ് മെച്ചപ്പെടുമ്പോൾ കുറഞ്ഞ ലാഭത്തിന് കൊടുത്താലും നല്ല അതായത് കുറഞ്ഞ മാർജിനിൽ കൊടുത്താലും കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ഇത് ഒരു തിയറിയാണ്, എക്കണോമിക്സിലുള്ള ഒരു തിയറിയാണ്. ഇപ്പോ നടക്കുന്നത് അതല്ല. ഇപ്പോ നടക്കുന്നത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതല്ല. ഇപ്പോ നടക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്, ഇപ്പൊ മൂന്ന് കുട്ടികളെ വാക്സിൻ എടുത്തിട്ടും അവർക്ക് അസുഖം വന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വാക്സിൻ എടുത്തിട്ടും അസുഖം വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വാക്സിൻ നേരത്തെ എടുക്കണം. അതായത് അപ്പൊ അതിന്റെ ന്യായീകരണങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. അത് ഓൾറെഡി അത് നേഴ്സിൽ പ്രവേശിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ സമയം വൈകിപ്പോയത് കൊണ്ടാണ് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന്റെ പരിഹാരം എന്താണ്? ഇത് കടിക്കുന്നതിന് മുമ്പേ എല്ലാവരും വാക്സിൻ എടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ തന്ത്രം എന്ന് പറയുന്നത് കൂടുതൽ പേരെ കൊണ്ട് എടുപ്പിക്കുക. മറ്റേ ആഡം സ്മിത്ത് പറഞ്ഞപ്പോൾ പ്രോഫിറ്റ് കുറയ്ക്കണമെന്ന്. ഇപ്പൊ പ്രോഫിറ്റ് കുറയ്ക്കേണ്ട, ലാഭമൊന്നും കുറയ്ക്കണ്ട. ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന വിലക്ക് തന്നെ വിൽക്കാം. പക്ഷെ കൂടുതൽ പേരെ പേടിപ്പിച്ചിട്ട് കൂടുതൽ പേരെ കൊണ്ട് എടുപ്പിക്കുക. പട്ടി കടിച്ചവർ മാത്രം എടുക്കുകയാണെങ്കിൽ എത്ര വാക്സിൻ വിൽക്കും? ഇതാകുമ്പോൾ എല്ലാരെ കൊണ്ടും എടുപ്പിക്കുകയാണെങ്കിൽ, നാട്ടുകാരെ മൊത്തം എടുപ്പിക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ എക്കണോമിക്സ് കൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഡോക്ടർ ഹാനിമാൻ അത്തരം കാര്യങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡോക്ടർമാരെന്ന നിലയ്ക്ക് നമ്മൾ ഇതിന്റെ എക്കണോമിക്സ് കൂടി തിരിച്ചറിയണം. ഇപ്പൊ ഈ മാസ് മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. നടക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇത് കൂടുതൽ ജനത്തെ ഭീതിപ്പെടുത്തിയിട്ട് കടിക്കാത്തവനും എടുക്കണം എന്ന് പറയുമ്പോൾ പിന്നെ നല്ല ലാഭമുള്ള കച്ചവടമാണല്ലോ. ഈ വാക്സിന്റെ പിന്നിൽ തന്നെ അതാണ്. അതായത് രോഗമുള്ളവനെ ചികിത്സിക്കുന്നതിനേക്കാൾ എളുപ്പവും കൂടുതൽ ലാഭവും കിട്ടുന്ന രോഗം ഇല്ലാത്തവരെയൊക്കെ മൊത്തം എടുപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പല മാസ് പ്രോഗ്രാമിലും നമ്മൾ കണ്ടതാണ്. ഇവിടെയും നടക്കുന്ന അതാണ്. ഇത് ഫലപ്രദമാണോ അല്ലേ എന്നുള്ളതൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞ. ഇപ്പോൾ അവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇത് കൂടുതൽ പേരെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി അസുഖം ഇല്ലാത്തവനെ കടിക്കാത്തവനെ വഴിയെ പോകുന്നവനെ ഒക്കെ പിടിച്ചിട്ട് ഇത് പേടിപ്പിച്ച് എടുപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു സിംറ്റം ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതാണ് ഞാൻ എന്റെ പൊളിറ്റിക്സ് ഉദ്ദേശിച്ചത്. ഒരു സിംറ്റം എന്ന് പറയുന്നത് ഈ ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നതിന് നമ്മൾ ലൈസിനാണ് പറയുന്നുണ്ടെങ്കിലും അതിന്റെ വാട്ടർ സ്പ്ലാഷിങ്, വെള്ളം വീഴുന്ന ഒച്ച കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നതിന് നൈട്രിക് ആസിഡ് പറയാറുണ്ട്. നൈട്രിക് ആസിഡ് ഒരു നല്ല മെഡിസിൻ ആണ്. അതിന് സ്ട്രാമോണിയൊക്കെ ഉണ്ടെങ്കിലും ആ വാട്ടറിന്റെ സ്പ്ലാഷിങ് സൗണ്ട് കേൾക്കുമ്പോഴേ സെൻസിറ്റീവ് ആകുന്ന ആൾക്കാർ, ഇതൊരുതരം സെൻസിറ്റിവിറ്റി ആണല്ലോ. ഇവർക്ക് കുടിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഹൈഡ്രോഫോബിയ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സിംറ്റത്തിലേക്ക് ഇത് എത്തിച്ചേരുന്നത്. അപ്പോ അതുകൂടി ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ 3 കുട്ടികൾ മരിച്ചല്ലോ. ആ 3 കുട്ടികൾക്ക് മാത്രം ഈ വാക്സിൻ ഫലിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും?
അതിന് അവർ പറയുന്ന ന്യായം ഇന്ന് വാർത്തയിൽ ഞാൻ കേട്ടതാണ്. അത് ഓൾറെഡി നെർവ്സിലേക്ക് കടി ഇച്ചിരി ആഴത്തിലായിരുന്നു, നരമ്പിലേക്ക് കയറിപ്പോയി. വൈറസ് നരമ്പിൽ കയറിയാൽ വാക്സിൻ ആക്ട് ചെയ്യത്തില്ല. അപ്പൊ ഈ നരമ്പിൽ കയറാത്ത ഇപ്പൊ നായോട് നമുക്ക് പറയാൻ പറ്റത്തില്ല നീ നരമ്പിൽ കയറാതെ കടിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എളുപ്പം എന്താണ്, കടിക്കാത്തവരെ കൊണ്ട് എടുപ്പിക്കുക. അത് നല്ല കച്ചവട സാധ്യതയുള്ള സംഭവമാണല്ലോ. പട്ടീനെ ഉപദേശിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ മനുഷ്യനെ ആകുമ്പോ ഉപദേശിക്കാമല്ലോ, എടാ നീ അത് കടി മേടിച്ചിട്ട് നീ ഇങ്ങനെ നരമ്പിൽ കയറിയോ ഇല്ലയോ എന്നുള്ള ഭാഗ്യപരീക്ഷണത്തിനൊന്നും മുതിരണ്ട, നീ അഡ്വാൻസ് ആയിട്ട് എടുത്തേക്കുക. അങ്ങനെ വരുമ്പോ നല്ലൊരു കച്ചവടമാണ്. ഇവിടെ എല്ലാ മൃഗത്തിനെയും കൊല്ലാം, പക്ഷേ പട്ടിയെ കൊല്ലാൻ പാടില്ല. ആരാണ് ഇതിന്റെ പിന്നിലൊക്കെ കളിക്കുന്നത്? ആരാണ് ഇത്? നമ്മളിത് തിരിച്ചറിയേണ്ടതാണ്. ഇതിന്റെ പൊളിറ്റിക്സ് എന്താണ്? ആരാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത്? എല്ലാ മൃഗത്തിനെയും കൊല്ലുന്നതിന് ഒരു കുഴപ്പമില്ല, പക്ഷെ പട്ടിയെ കൊന്നു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റമാണ്. അത് മനസ്സിലാവില്ല, ചിന്തിച്ചിട്ട് മനസ്സിലാവില്ല. ലോജിക്ക് എന്താണ്? കുറച്ച് പട്ടികളൊക്കെ കടിച്ചോട്ടെ എന്നാണ് അല്ലേ? വാക്സിൻ കച്ചവടമാണ്, വാക്സിൻ കച്ചവടമാണ് ഇതിന്റെ ഉദ്ദേശം. പറഞ്ഞോട്ടെ ഒരു വാക്ക്. ജെയിംസ് പോൾ സാർ പറഞ്ഞോളൂ. അതെ, വാക്സിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് പ്രീ എക്സ്പോഷർ വാക്സിൻ പറയുന്നുണ്ട്. ഇപ്പൊ പോസ്റ്റ് എക്സ്പോഷർ ആണ് 1, 2, 3 മിനിമം 3 എടുക്കുന്നത്. അതല്ലെങ്കിൽ ഒരെണ്ണം മതി. പ്രീ എക്സ്പോഷർ എന്ന് പറയുന്നുണ്ട്. അപ്പം കച്ചവട സാധ്യത കൂടുതലെന്ന് ഞാൻ പറഞ്ഞത്. ഇത് നേരത്തെ പറഞ്ഞ അദ്ദേഹത്തോട് ഞാൻ യോജിക്കുക. മറ്റൊരു കാര്യം എനിക്ക് ഇവിടെ പറയാനുള്ളത്, സ്ട്രോങ് ആയിട്ട് പറയാനുള്ളത്, നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റും. അതായത് ബാക്കിയുള്ള രാജ്യങ്ങളിലെ ഈ പെറ്റിനെ വളർത്തണമെങ്കിൽ പ്രത്യേകം ലോക്കൽ ബോഡീസ് എന്ന് അനുവാദം എടുക്കണം, സർട്ടിഫിക്കറ്റ്. ആ പിന്നെ ആണ്ടിൽ അല്ലെങ്കിൽ അവർ പറയുന്ന കാലയളവിൽ വാക്സിനേഷൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ സൂക്ഷിക്കണം. എത്ര ഈ പെറ്റ്സിനെ വളർത്തുന്നു അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ വളർത്തുന്നതിന് കുഴപ്പമില്ല. അതല്ലാതെ ഈ അലഞ്ഞു തിരിയുന്നതിനെ കൊല്ലാനോ അല്ലെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കാനോ നിയമ നടപടി സ്വീകരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിയമപരമായി പോകാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ? അല്ലെങ്കിൽ ഒന്നുമില്ല, കോടതിയിൽ പോയിട്ട് നല്ല വക്കീലുമായി വാദിപ്പിച്ച് സാക്ഷ്യം വാങ്ങാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇത് ലോക്കൽ ബോഡീസ് അവരുടെ പ്രാഥമികം എന്ന് പറഞ്ഞാൽ പിന്നെ വഴി, കുടിവെള്ളം, വെളിച്ചം, ആരോഗ്യം പ്രാഥമികമായിട്ട് ലോക്കൽ ബോഡീസ് ചെയ്യേണ്ടതാണ്. ഇത് ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ പേപ്പട്ടി ശല്യം, അല്ല തെരുവായ നായ ശല്യം. അപ്പൊ അത് ഓരോ ലോക്കൽ ബോഡീസും അത് നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ കൊല്ലുകയോ ഏതെങ്കിലും വിധത്തിൽ ഈ മനുഷ്യർക്ക് ഒരു ഉപദ്രവം വരാത്ത രീതിയിൽ അത് ആക്കി തീർക്കേണ്ട ഒരു കടമ എല്ലാ ലോക്കൽ ബോഡീസിനും ഉള്ളതാണ്. അപ്പം അത് നിയമപരമായിട്ട് നമുക്ക് പോയാൽ നടപടി ഉണ്ടാവും. അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വെക്കാനുള്ള ഒരു അഭിപ്രായം. നടപടി ഉണ്ടാവുന്നതാണ് ഞാൻ പറയുന്നത്. പോയി കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും. ഇതിന്റെ അകത്ത് നിയമ നടപടിക്കായിട്ട് പലരും കോടതി പോയിട്ടുള്ളതും അതിൻ്റെ അകത്ത് നിയമസഹായം കിട്ടാതിരിക്കുന്നതുമായൊരു വ്യവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ലോബികൾ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ വാക്സിൻ ലോബി എന്ന് പറയുന്നത് അതിശക്തമായ ലോബിയാണ്. അവരിതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് മറ്റെല്ലാ മൃഗങ്ങളെയും കൊല്ലാൻ, പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല എന്നുള്ള ഫിലോസഫി വന്നിരിക്കുന്നതും. അതായത് മനുഷ്യത്വമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുകയും ശക്തമായ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഷഫീഖ് ഡോക്ടർ കൈ ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, ഷാജി കുടിയേട്ട് ഡോക്ടറെ, ഷഫീഖ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അല്ല, സേവൻ ഡോക്ടർ പറഞ്ഞതാണ് ഇതിന്റെ പിന്നിലുള്ളതിന്റെ തെളിവ്. ഞാൻ ഇന്നത്തെ പത്രത്തില് പത്തനാപുരത്ത് 8-ന് ശേഷം ഈ കുട്ടിയായിട്ട് സമ്പർക്കം വന്നവർക്കെല്ലാം ഇതിനുള്ള പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് അടിയന്തര യോഗം കൂടി തീരുമാനം എടുത്ത് പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഇന്ന് പത്രത്തിന് ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള എന്താണെന്നുള്ള വ്യക്തമായല്ലോ. തുടക്കം മാത്രമാണിത്. ഇത് ഇനി എല്ലാ സ്ഥലത്തും എത്തും. പത്തനാപുരത്തുള്ള പഞ്ചായത്തിലെ പ്രസിഡന്റ് കൊടുത്തിരിക്കുന്നതാണ് ഈ വന്ന ന്യൂസ്. ഞാൻ ഷായി ഡോക്ടർക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ട്.
വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാം. അപ്പോ ദേവൻ ഡോക്ടർ പറഞ്ഞു തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്, അതായത് വാക്സിൻ കച്ചവടം. അവിടെ അതിന്റെ അത് ശൈല മേഡം ഒരു മിനിറ്റ്, അതിന്റെ അതൊരു രസമുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 കുട്ടികളും വാക്സിൻ എടുത്തവരാണ് മരിച്ചവര്. എന്നിട്ടും വീണ്ടും ലോക്കൽ ബോഡീസിനെ കൊണ്ട് വാക്സിൻ എടുപ്പിക്കാനാണ് പറയുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. അപ്പൊ അവിടെ നിയമ സാധ്യത ഉണ്ടല്ലോ നമുക്ക്. അല്ല സാറേ, നമുക്ക് നിയമത്തിന് പോയാല് അല്ല ജയം പുതിയ ഉണ്ടാവില്ലേ? സാറേ പുതിയ ഹെൽത്ത് ബില്ല് വെച്ച് പറ്റത്തില്ല. എന്ത് ഹെൽത്ത് ബില്ല്? ആ 3 പേരുടെ അനുഭവം തന്നെ വേണ്ട നമുക്ക്. അല്ല സാറേ, അവിടുത്തെ ലോക്കൽ മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് ഓഫീസർ മരിച്ചിരിക്കുന്നത് ഹെൽത്ത് ഓഫീസർ അതൊന്നും പറഞ്ഞിട്ട് പറയാനനുസരിച്ച് കാര്യമില്ല. നല്ല വക്കീൽമാരുണ്ടെങ്കിൽ അതൊന്നും കെട്ടിയില്ല. അതൊക്കെ ഇത് കോടതി തെറ്റായ കാര്യങ്ങൾ. കാരണം 3 കുട്ടികൾ മരിച്ചത് ഇത് നമ്മള് 3 കുട്ടികൾ മരിച്ചത് വാക്സിൻ എടുത്തുള്ളവരാണ് മരിച്ചിരിക്കുന്നത്. ആ ഒറ്റ അടിസ്ഥാനത്തിൽ നമുക്ക് കേസിന് പോയാല് വിധി ഉണ്ടാവും. ഒരു ജഡ്ജിക്ക് മാറി പറയാൻ മാത്രമല്ല പറ്റില്ല. ആ പഞ്ചായത്തിൽ സാറേ, പഞ്ചായത്ത് ആ പ്രസിഡന്റ് ആദ്യം പഞ്ചായത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രസിഡന്റ് അവിടെ ആ പഞ്ചായത്തിലൊന്ന് സമീപിച്ചൂടെ? ഹോമിയോ മരുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നിരപരാധിയാണ്. അതായത് അവിടുത്തെ ഹെൽത്ത് ഓഫീസർ പറഞ്ഞ അനുസരിച്ചായിരിക്കും അവരിങ്ങനെ ചെയ്തിട്ടുള്ളത്. അവരെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഹോമിയോപ്പതി പ്രതിരോധ മരുന്നുണ്ട്, വാക്സിന് അല്ല പേവിഷബാധയ്ക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഇടപെട്ടുകൂടെ എന്നാണ് എനിക്ക് തീർച്ചയായിട്ടും ചെയ്യണം നമ്മളത്. പലവട്ടം ചർച്ചയുടെ ഉദ്ദേശങ്ങളിൽ ഒന്നതാണ്. ഷാജി ഡോക്ടർക്ക് ഞാൻ അത് ആ ന്യൂസ് ഇപ്പൊ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടു. ദേവൻ ഡോക്ടറും ഗീത MG മാഡവും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ദേവൻ ഡോക്ടർ ഒന്ന് ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്താണോ? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അല്ല, ഗീത മാഡം പറഞ്ഞു ഞാൻ സംസാരിച്ചോളാം. ഞാൻ അതിന്റെ ഈ നിയമപരമായ കാര്യത്തെ കുറിച്ചൊന്ന് പറയാനായിരുന്നു. ഇനി എന്തെങ്കിലും പ്രാക്ടിക്കൽ. ഗീത മാഡം സംസാരിച്ചോളൂ. വീട്ടിലെ പൂച്ചയുടെ വാലില് ചവിട്ടി എന്നിട്ട് അവർ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി. ഇഞ്ചക്ഷൻ എടുക്കാൻ ചെന്നപ്പം മോളെയും കൊണ്ട് പോയതാണ്, ആ അമ്മയും കൂടി ഇഞ്ചക്ഷൻ എടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾക്കും ചിലപ്പോ അസുഖം വരാം. കൊണ്ടുപോയാണ് അമ്മയോ? കൊണ്ടുപോയ അമ്മ മോളെയാണ്. മോള് പൂച്ചയുടെ വാലി ചവിട്ടി ആ കുട്ടിയെ പൂച്ച അള്ളി. അതിന് റാബീസ് വരുമെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്കും ചിലപ്പം പകരാൻ സാധ്യതയുണ്ട്, നിങ്ങളും വേണമെങ്കിൽ ആന്റി റാബീസ് എടുത്തോളാനാണ് പറയുന്നത്. എയർപോർട്ട് ഡിസീസിൽ വരുമായിരിക്കും. അല്ല, നമ്മള് പഠിപ്പിക്കുന്നതും ഒന്നും ഒരു ബന്ധമില്ല. ഇത് വളരെ അൺറീസണബിൾ ആയിട്ട്, ഇല്ലോജിക്കലായിട്ട് മെഡിക്കൽ ലോകവും ഈ മെഡിക്കൽ കമ്മ്യൂണിറ്റിയും മാറിയിരിക്കുന്നു. ഫിയറാണ്, ഓവർ റൂൾ ചെയ്യാണ് എല്ലാത്തിനെയും. അത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ ഷാജി കുടിയാട്ട് ഡോക്ടറെ. ഇനി ദേവൻ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ദേവൻ ഡോക്ടറെ നമസ്കാരം. കേൾക്കാം ഡോക്ടർ? കാണാമോ? കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നടന്നോണ്ടിരിക്കുക ഇപ്പൊ വേറെ സ്ഥലത്തേക്ക് എത്തി. ഒരു ഗ്ലെയർ അടിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ നിയമപരമായ കാര്യമാണ് ഒന്ന്. പിന്നെ അതിനിപ്പോ ഈ ഗീത മാഡം പറഞ്ഞ പോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു വീട്ടില് പൂച്ച ഇതുപോലെ കടിച്ചിട്ട് പൂച്ചയെ കാണാനില്ല. അപ്പൊ പൂച്ച ഇല്ലാതെ വന്നപ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, സ്ട്രേ ഡോഗ്സ് അല്ല, ഇപ്പൊ വീട്ടിലുള്ള പട്ടിയാണെങ്കിലും പേ ഉണ്ടെങ്കിൽ അവനെ അഴിച്ചാൽ പിന്നെ അവൻ സ്ഥലത്ത് നിൽക്കത്തില്ല, രക്ഷപ്പെടും, എങ്ങോട്ടെങ്കിലും പോകും. പൂച്ചയെ കാണാതായപ്പോ ഇവര് ചെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോ പൂച്ച തിരിച്ചു വന്നു. ഇഞ്ചക്ഷൻ ബോണസ് ആയിട്ട് വന്നു എന്നുള്ള ഒരു അനുഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ പൂച്ച ഇങ്ങനെ അപ്പോഴാണ് അറിയുന്നത് പൂച്ച ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കറങ്ങാൻ പോകാറുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നിയമപരമായ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനകത്ത് മേനകാ ഗാന്ധി ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നായ്ക്കൾക്ക് അനുകൂലമായ രീതി, നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്നുള്ള രീതി, മനുഷ്യനുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട്, അതൊക്കെ ശരിയാണ്, മനുഷ്യനുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെടുകയും
ഏറ്റവും അധികം നന്ദിയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്ന മൃഗം തന്നെയാണ്. പക്ഷെ അപ്പൊ അതുകൊണ്ട് അതിനെ കൊല്ലാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കിയത്. ഈ നിയമത്തിനേക്കാൾ പ്രാധാന്യം നമ്മൾ കോടതിയിൽ പോകുമ്പോൾ ഇവർ ഉന്നയിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇപ്പൊ ഷാജി ഡോക്ടർ പറഞ്ഞില്ലേ, ആ 3 പേർക്കും വാക്സിൻ എടുത്തതാണ് അവർക്ക് വന്നു. അത് തന്നെയാണ് അവർ ഹൈലൈറ്റ് ചെയ്യണം. വാക്സിൻ എടുത്താലും വരുന്നുണ്ടെങ്കിൽ വാക്സിൻ മുൻപേ എടുക്കണം എന്നുള്ളതാണ് അവർ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോടതിയിൽ അവർ പറയാൻ സാധ്യത ഇത് വാക്സിന്റെ ഒരു ഇതല്ല, ഫലപ്രാപ്തി ഇല്ലായ്മയല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് വാക്സിൻ നേരത്തെ എടുക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ഫലത്തിൽ നമുക്കത് എതിരായിട്ട് വരാം. പിന്നെ നമ്മുടെ മെഡിക്കൽ ബില്ലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നായ്ക്കളെ കൊല്ലുമ്പോൾ കേന്ദ്ര നിയമം അനുസരിച്ചിട്ട് നായ്ക്കൾക്കെതിരെ ഉള്ള ഇത് എലി, പൂച്ച മറ്റു സാധനങ്ങളിലൊക്കെ കൊല്ലാം. പക്ഷെ നായ്ക്കൾക്കെതിരെയുള്ള കാര്യത്തിൽ കേന്ദ്ര നിയമങ്ങളും മറ്റൊക്കെ അനുസരിക്കണമെന്ന് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇതും ഇതിനകത്തൊരു അല്ല, അതൊക്കെ ഈ നിയമത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവര് ഉന്നയിക്കാവുന്ന കൗണ്ടർ ഇതെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്ന്, നേരത്തെ വാക്സിൻ എടുക്കാത്തത് കൊണ്ടാണ് അത് പ്രശ്നം. വാക്സിന്റെ ഫലപ്രാപ്തി ഇല്ലായ്മ അവരൊരിക്കലും സമ്മതിക്കത്തില്ല. നേരത്തെ വാക്സിൻ എടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നേരത്തെ എല്ലാവരെ കൊണ്ടും വാക്സിൻ എടുപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. പിന്നെ ഏത് നിയമത്തെയും നമുക്ക് കോടതി ചോദ്യം ചെയ്യാം, സാധ്യതയൊക്കെ ഉണ്ട് നിയമത്തെ ചോദ്യം ചെയ്യാം, ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏത് നിയമത്തെയും നല്ല വക്കീലുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാം. പക്ഷെ അപ്പോൾ അവർ ഉന്നയിക്കാൻ സാധ്യതയുള്ള കൗണ്ടർ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി തടയിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ വാക്സിൻ ലോബിയും പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഡ്രഗ് ലോബിയൊക്കെ ഉള്ളപ്പോൾ അവര് അതിശക്തമായ രീതിയിലുള്ള പ്രതിരോധം കൊണ്ടുവരും. പിന്നെ ഈ ഫോബിയ എന്നുള്ളതൊരു വളരെ ഇതാണ്. ഒരു ഫോബിയ ഇവിടെ പടർത്തിയിട്ട് ഇപ്പൊ ഈ 3 കുട്ടികളുടെ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇത്രയൊക്കെ വരണമെങ്കിൽ അത് പിന്നെ 3 എടുത്തിട്ടും യാതൊരു ഫലവുമില്ല എന്നുള്ള ഹെഡിങ് ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ആ ഹെഡിങ്ങോടുകൂടി ഇത് കണ്ട ആരും രോമാഞ്ചമൊന്നും കൊള്ളണ്ട. കാരണം ഇങ്ങനെ ഹെഡിങ് കൊടുത്തതിന്റെ ഉദ്ദേശം നമ്മളെ കൊണ്ട് ഇത് എടുപ്പിക്കാനാണ്. അതായത് കടിക്കാത്തവരെ കൊണ്ട് എടുപ്പിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒന്നും കാണാതെ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, തെങ്ങേക്കര് അദ്ദേഹം പറയുന്നില്ല കൈവിടാറില്ല. അപ്പോ ഒന്നും കാണാതെ ഇവരൊന്നും ചെയ്യത്തില്ല. നമ്മൾ സൂക്ഷിക്കണം. ഇവര് വളരെ കരുതിക്കൂട്ടിയാണ് ഈ 3 പേരെ മരിച്ചു എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം കടിക്കാത്തവരെ കൊണ്ട് എടുപ്പിക്കുക, അപ്പൊ കച്ചവടം കൂടുതൽ കിട്ടും. ഓക്കെ ദേവൻ ഡോക്ടറെ, യഹിയ ഡോക്ടർ ഉണ്ടല്ലോ, യഹിയ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. യഹിയ ഡോക്ടർക്ക് സംസാരിക്കാമോ? യഹിയ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമോ? മൗനവ്രതമാണോ? ആണാവോ? കേൾക്കാവോ? കേൾക്കാം. ഇപ്പൊ മൗനം വിട്ടു. പറയും. ഞാന് യാത്രയിലായിരുന്നു, ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഞാൻ ഇന്ന് ട്രിവാൻഡ്രം ആയിരുന്നു. അപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ടില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ആരെയൊക്കെ വിളിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അവരൊക്കെ വന്നിട്ടുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഈ ഇപ്പോഴത്തെ ഈ റാബീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഇതിന്റെ പുറകെ ഞാൻ ഉണ്ടായിരുന്നു. അതിന്റെ തെളിവുകൾ നിങ്ങളൊക്കെ കണ്ടിട്ടും ഉണ്ടാവും. കാരണം 2 ചാനലുകളിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ന്യൂസ് കൊടുക്കാൻ സാധിച്ചിരുന്നു. ഡിഫറെന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലും, അതുപോലെ തന്നെ സാമുവൽ ജോർജ്, അവരൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ കുട്ടികൾ മരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരെ എൻ്റെ പേര് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. കാരണം നമുക്ക് ഇങ്ങനെ ചലഞ്ചസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഹോമിയോപ്പതിയിൽ എപ്പോഴും ഹനുമാൻ മുതൽ ഇങ്ങോട്ട് ചലഞ്ചസ് എടുത്തിട്ടാണ് ലോകത്ത് മുഴുവൻ ഇത് പിന്നെ പടർന്നു പിടിക്കാനുണ്ടായ ഒരു കാരണം. അപ്പൊ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഈ 3 കുട്ടികൾ മരിച്ചത് ഇപ്പോഴും, ഇതിനു മുമ്പും ഇതേ വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അന്നൊന്നും നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഹോമിയോപ്പതി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു ചെറിയ വിരൽ പോലും അനക്കാൻ നമ്മുടെ ഡോക്ടർമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായ സത്യം. വളരെ സങ്കടത്തോടു കൂടി തന്നെ പറയാണ്. ഇന്നും ഞാൻ പല ഗ്രൂപ്പുകളിലും ഈ വിഷയം ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് ഹോമിയോപ്പതിക്കാർ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നില്ല? അപ്പം ഇവർക്കൊക്കെ ഒരു ഭയമാണ്, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ അജ്ഞതയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതിന് വിപരീതമായിട്ടാണ് ഞാൻ ഈ 2 ചാനലുകളിലും എൻ്റെ പേര് കൊടുത്തോളാൻ പറയുമായിരുന്നു. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഇന്ന് ഷാജി കുടിയത്തിന്റെ വീഡിയോ റിലീസ് ചെയ്ത അന്നേരം തന്നെ ഷാജൻസ്കറി എനിക്ക് അതിന്റെ ലിങ്ക് അയച്ചു തന്നു.
ഒരു മിനിറ്റിനുള്ളില്. കാരണം അദ്ദേഹം പിന്നെ വാക്സിനെതിരെ ഒരിക്കലും സംസാരിക്കാത്ത മനുഷ്യനായി. ഷാജിസ്കറിയക്ക് പേടിയാണ്. കാരണം അങ്ങേരുടെ നിലനിൽപ്പ് തന്നെ ഈ പിന്നെ യൂട്യൂബ് വഴിയാ. അപ്പൊ വാക്സിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന്മാര് വിലക്ക് ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അങ്ങനെ പണ്ടൊരിക്കല് 1-2 പ്രാവശ്യം അങ്ങേർക്ക് വിലക്ക് കിട്ടിയിട്ടുള്ള 2 ആഴ്ച 3 ആഴ്ച അങ്ങേർക്ക് ഒരു സാധനം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ഈ പിന്നെ റാബീസ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇന്ന് വീഡിയോ ചെയ്തു എന്നുള്ളതാണ് വലിയ സന്തോഷം തോന്നി. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് നമ്മുടെ ഡോക്ടർമാരെ ഇത് ചലഞ്ചായിട്ട് എടുത്ത് മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു ഇത്. IFPH ഇന്ന് ഇതൊരു നമ്മൾ ചലഞ്ചായിട്ട് എടുത്ത് ചർച്ചയ്ക്കെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? കാരണം ഇത് ചർച്ച ചെയ്യാനോ ഇത് റാബീസ് എന്ന് പറയാൻ പോലും പേടിയുള്ള ഹോമിയോ ഡോക്ടർമാരുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ. മനസ്സിലായില്ലേ? പേടിച്ച് അത് എഴുതി കാണിച്ചാൽ പോലും പിന്നെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങൂല. അത്ര ആൾക്കാരാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ ഇത് ഞാനിപ്പോ 30 വർഷമായി. 30 വർഷത്തിനുള്ളിൽ എനിക്ക് ഒരു 25 കേസെങ്കിലും ഈ പട്ടി കടിച്ചു, പട്ടി മാന്തി, പൂച്ച മാന്തി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ആകെ കൊടുക്കുന്നത് ലഡംബാൽ ടിഞ്ചർ. ശരിക്കും ഈ വൂണ്ട് വാഷ് ചെയ്തിട്ട് ലഡംബാൽ ടിഞ്ചർ 2 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് പുരട്ടാൻ പറയും. അത് കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്ന ഏപ്പീസ് ആണ്. ഏപ്പീസ് ഇന്റേണൽ 30 or 200 കൊടുക്കും. ഇല്ലെങ്കിൽ ലഡംബാലും ചില ഘട്ടങ്ങളിൽ 200 കൊടുക്കും. ഒരു കേസും റാബീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് എൻ്റെ അനുഭവത്തിലില്ല. അതാണ് ഒരു നഗ്ന സത്യം. ഇതുപോലെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോടതി പോവുകയോ അല്ലെങ്കിൽ വാക്സിനെതിരെ സംസാരിക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ വീടുകളിലും ലഡംബാൽ ഉണ്ടായിരിക്കണം, ടിഞ്ചർ. എല്ലാ വീടുകളിലും ഹൈപ്പരിക്കം ഉണ്ടായിരിക്കണം. നമ്മുടെ മോട്ടീവ് ഇതാണ്. അല്ലാതെ ഇതിന്റെ ഇത് പുറകെ പോയിട്ട് നമുക്ക് വെറുതെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? കേസ് അവിടെ കിടക്കും വർഷങ്ങളോളം. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പം നമുക്ക് ഇമിഡിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഹോമിയോപ്പതി എല്ലാ വീടുകളിലും എത്തിക്കുക, ലഡംബാൽ എല്ലാ വീടുകളിലും എത്തിക്കുക, ഹൈപ്പരിക്ക എല്ലാ വീടുകളിലും എത്തിക്കുക. പട്ടി കടിച്ചോ പൂച്ച കടിച്ചോ നിങ്ങൾ ഉടനെ തന്നെ ലഡംബാൽ പുരട്ടിക്കണം. ഈ ഒരു മോട്ടീവും ഈ ഒരു ആശയവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ തന്നെയും എനിക്ക് തോന്നുന്നത് ഇതൊരു 90% ഇവിടെ ഈ പ്രിവെൻഷൻ തന്നെ നടക്കും. അപ്പോൾ അതാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനകത്ത് എല്ലാവരും അതിന് യോജിക്കുമെന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളത് ചെയ്യുക തന്നെ വേണം. ഈ ചാനലുകളിലെല്ലാം ചർച്ച വന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ യൂട്യൂബ് ചാനലാണെങ്കിൽ ഇത് മുഖ്യധാര ചാനലുകളിലേക്ക് അടുത്ത ഒരാഴ്ച ഇത് ചർച്ചയ്ക്ക് വരും. തീർച്ചയായിട്ടും അതിന് ഉള്ള ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ഇവിടുത്തെ ഈ ചർച്ചയും നമുക്ക് വേണമെങ്കിൽ നാളെ കാര്യം പറഞ്ഞു, പ്രിവെന്റീവായിട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ലഡംപാല് അല്ല, ഇത് പ്രിവെന്റീവ് ആണല്ലോ. ലഡംപാൽ ഒരു പൂച്ച മാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ, കാരണം ഇതൊരു 4 ആഴ്ചയെങ്കിലും ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അപ്പം പൂച്ച മാന്തി എന്ന് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ റാബീസ് വരികയല്ല. അപ്പൊ നമ്മൾ ഈ ലഡംപാൽ കൊടുക്കുന്നതുകൊണ്ട് അത് പ്രിവെൻഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവർക്കാർക്കും റാബീസ് ഡെവലപ്പ് ചെയ്യാത്ത. കേട്ടില്ല? ഉള്ളിൽ എന്തെങ്കിലും കൊടുക്കണോ? ഉള്ളിൽ അതാ ഞാൻ പറഞ്ഞ, ഒന്നെങ്കിൽ APs 30 അല്ലെങ്കിൽ 200, അല്ലെങ്കിൽ ലഡംപാൽ തന്നെ 200 കൊടുത്തോളൂ. ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ പ്രിവെന്റ്. എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രം മതി. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാ ക്ലിനിക്കുകളിലും ഒരു വൈറ്റ് ബോർഡ് വാങ്ങിച്ചു വെച്ചിട്ട് റാബീസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ലഡംപാൽ ഉപയോഗിക്കുക. ജസ്റ്റ് വെറുതെ ഒറ്റ സെന്റൻസ് എഴുതി വെക്ക്. എല്ലാ വീട്ടിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ നമുക്ക് 1 ounce മരുന്ന് 100 രൂപ വെച്ച് വാങ്ങിച്ചോ. എല്ലാ വീടുകളിലും 1 ounce ലഡംപാൽ കൊടുത്തു വിട്ടേ. എത്രയോ പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ചെയ്യണമെന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ അസോസിയേഷൻകാർ ഇത് ഏറ്റെടുക്കണം. അടുത്ത മുഖ്യധാര ചർച്ചകളിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാരെ അതിനെ റെപ്രസെന്റ് ചെയ്യണം. ധൈര്യമായിട്ട് ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടെന്നും പ്രിവെന്റീവ് ഉണ്ടെന്നും പറയുവാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അല്ലാതെ നമ്മൾ കേസും വഴക്കും കോടതിയും വാക്സിനെതിരെ സംസാരിക്കുന്ന വെറുതെ കാശ് പോകും, സമയം പോകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിപ്പോ ഈ പത്തനാപുരത്തെ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞു. ഈ പത്തനാപുരത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ നമുക്ക് നമ്പർ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പഞ്ചായത്തിലെ പ്രസിഡന്റിന് അത് വിചാരിച്ചാ കിട്ടാവുന്നതേ ഉള്ളൂ. പത്തനാപുരം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ല. അപ്പോ ശൈല ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ അതൊന്ന് ശ്രമിച്ചാൽ നമ്പർ ഒന്ന് വാങ്ങിച്ചു തന്നെ അവിടുത്തെ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിലെ ആരോഗ്യ കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇവരുടെയൊക്കെ നമ്പർ ഒന്ന് വാങ്ങിച്ചു തന്നാൽ അവരെ നമുക്ക് നേരിട്ട് സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യാം. സാറേ, നോക്കാം. ഓക്കെ.
ബിന്ദുരാജ് ഡോക്ടർ വിചാരിച്ചാലും കിട്ടും, ഞാൻ വേണമെങ്കിൽ ശ്രമിക്കാം. ഓക്കെ, പ്ലീസ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഗീത എം പി ഗീത, ശൈല അതുതന്നെ ഇപ്പം ജിതിയും ശ്രമിച്ചാലേ കിട്ടാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിന് ശ്രമിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ പേവിഷബാധയും ഹോമിയോപ്പതി പ്രതിരോധം ചികിത്സ എന്നുള്ള വിഷയത്തിലുള്ള ചർച്ച വളരെ വിലയേറിയതും ഗംഭീരവുമായിരുന്നു. എന്തായാലും ഈ ഒരു ചർച്ച വളരെ വിജയമാക്കിയ ആദരണീയനായ നമ്മുടെ സേട്ട് സാറ്, വൈസ് പ്രസിഡന്റ് ഷാജി കുടിയാട്ട് ഡോക്ടർ, അതുപോലെ ഡോക്ടർ ജെയിംസ് പോൾ, ഗീത എം ജി മാഡം, യഹിയ പറക്കോട്ട്, ഷഫീഖ് ഡോക്ടർ, അതുപോലെ ദേവൻ ഡോക്ടർ, ഇനി നമ്മുടെ ശ്രീകുമാർ സാർ, വെറ്റിനറി സെക്ഷനിൽ നിന്ന് നമ്മുടെ ശ്രീകുമാർ ഡോക്ടർ, എല്ലാവരും എത്തി. ചർച്ച വളരെ വിജയമാക്കി. ഒരുപാട് വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളുമാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നവർ. അതുപോലെ തന്നെ ഇത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഈ ഗുണം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഒരു ചർച്ച ഗംഭീരമാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും എല്ലാവർക്കും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.